Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 7 റിപ്പോർട്ടിങ്ങിൻ്റെ 8ാമത്തെ പാർട്ടാണിത്. ഇതാണ് നമ്മളെ ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 7ൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, ഫൈനൽ പാർട്ടാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കാരോ 2020. ഓക്കെ, അപ്പോൾ കാരോ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ അതിൻ്റെ അപ്ലിക്കബിലിറ്റിയാണ്. ഏതൊക്കെ കമ്പനീസിനാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്, അതേമാതിരി തന്നെ ഏത് പീരീഡ് മുതലാണ് ഈ കാരോ 2020 എഫക്റ്റീവ് ആവാൻ തുടങ്ങിയത്. കാരോ 2020 മുതൽ കാരോ 2016 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് പിന്നെ കാരോ 2020 വന്നുള്ളത്. 2016 നമുക്ക് 16 കാര്യങ്ങളായിരുന്നു പഠിക്കാണ്ടായിരുന്നു. 16 ടോപ്പിക്ക് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിൽ കൊടുക്കുക, 16 ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരുന്നു, 16 സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ കാരോ റിപ്പോർട്ടിൽ കൊടുക്കൽ. ഇപ്പോൾ കാരോ 2020 നമ്മൾ 21 ഐറ്റംസാണ് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുന്നത്. 5 ഐറ്റം കൂടി എന്താണ് കാരോ 2020 വന്നപ്പോഴേക്കും കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് അതോറിറ്റി. കാരോ 2020 ഇഷ്യൂഡ് അണ്ടർ ദ സെക്ഷൻ ഓഫ് 143 സബ്സെക്ഷൻ 11 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. അപ്പോൾ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 143 സബ്സെക്ഷൻ 11 പ്രകാരമാണ് കാരോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇൻ കൺസൾട്ടേഷൻ വിത്ത് NFRA കൺസൾട്ടേഷൻ ചെയ്തിട്ടാണ്. എഫക്റ്റീവ് ഫ്രം 25th February 2020. അപ്പോൾ 2020 ഫെബ്രുവരി 25 മുതൽ ആണ് കാരോ അപ്ലിക്കബിൾ ആയത്. സ്കോപ്പ്, കാരോൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ ഏതൊക്കെ കമ്പനീസിനാണ് കാരോ അപ്ലിക്കബിൾ ആവുക എന്ന് വെച്ചാൽ കാരോ 2020 ഇമ്പോസസ് അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്. എന്താണ്, നമ്മൾ സാധാരണ ഒരു ഓഡിറ്റിന് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം, അതിന് പുറമേ ആയിട്ട് കൊടുക്കേണ്ട റിപ്പോർട്ടിംഗ് റിക്വയർമെൻ്റ് ആണ്, അഡീഷണൽ റിപ്പോർട്ടിംഗ് റിക്വയർമെൻ്റ് ആണ് കാരോ 2020 ഇമ്പോസ് ചെയ്യുന്നത്. അപ്ലിക്കബിൾ ആർക്കാണ് അപ്ലിക്കബിൾ ആകുന്നത്? അപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ്, എല്ലാ കമ്പനീസിനും അപ്ലിക്കബിൾ ആണ്, ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനി ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 42. അപ്പോൾ 2 സബ്സെക്ഷൻ 42 ഡിഫൈൻ ചെയ്യുന്ന ഫോറിൻ കമ്പനീസിനും കാരോ അപ്ലിക്കബിൾ ആണ്, എല്ലാ കമ്പനീസിനും അപ്ലിക്കബിൾ ആണ്, ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനി അണ്ടർ സെക്ഷൻ 242 ഓഫ് ദ കമ്പനീസ് ആക്ട് 2014 എക്സെപ്റ്റ് ഫോർ സ്പെസിഫൈഡ് എക്സംഷൻ. പക്ഷേ ഇതിന് ചെറിയ എക്സംഷൻസ് ഉണ്ട്. ചില കമ്പനീസിന് കാരോ അപ്ലിക്കബിൾ അല്ല, അത് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ കമ്പനീസിനാണ് കാരോ അപ്ലിക്കബിൾ അല്ലാത്തതെന്ന് സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഏതൊക്കെ കമ്പനീസിനാണ് കാരോ അപ്ലിക്കബിൾ അല്ലാത്തത്? നമ്മൾ പറഞ്ഞു എല്ലാ കമ്പനീസിനും കാരോ അപ്ലിക്കബിൾ ആണ്, ഇൻക്ലൂഡിംഗ് ഫോറിൻ കമ്പനി അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 42. പക്ഷേ ചില കമ്പനീസ് കാരോ അപ്ലിക്കബിൾ അല്ല. ആ അപ്ലിക്കബിൾ അല്ലാത്ത കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സെപ്ഷൻസ്, ഈ പറയുന്ന എല്ലാ കമ്പനീസിനും കാരോ അപ്ലിക്കബിൾ ആണ്. 5 കമ്പനീസിനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് വെച്ചാൽ ബാങ്കിങ് കമ്പനി, സെക്ഷൻ 5 സബ്സെക്ഷൻ C ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ബാങ്കിങ് കമ്പനീസിന് കാരോ അപ്ലിക്കബിൾ അല്ല. രണ്ടാമത് ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് ആക്ട് 1938 പ്രകാരമുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ബാങ്കിങ് ആയി, ഇൻഷുറൻസ് ആയി. ദെൻ കമ്പനി ലൈസൻസ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ കമ്പനീസ് ആക്ട്. അപ്പോൾ സെക്ഷൻ 8 കമ്പനീസിന്, നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസിന് കാരോ അപ്ലിക്കബിൾ അല്ല. സോ കമ്പനി ലൈസൻസ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ദെൻ 1 പേഴ്സൺ കമ്പനിക്കും കാരോ അപ്ലിക്കബിൾ അല്ല. അതേമാതിരി തന്നെ സ്മോൾ കമ്പനീസിനും കാരോ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, 2 സബ്സെക്ഷൻ 62 ആണ് 1 പേഴ്സൺ കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത്. അതേമാതിരി തന്നെ 2 സബ്സെക്ഷൻ 85 ആണ് സ്മോൾ കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് കാരോ അപ്ലിക്കബിൾ അല്ല. പക്ഷേ താഴെ പറയുന്ന കമ്പനീസിന് താഴെ പറയുന്ന ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും കാരോ അപ്ലിക്കബിൾ അല്ല. നോർമലി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് കാരോ അപ്ലിക്കബിൾ ആണ്.
പക്ഷേ താഴെ പറയുന്ന ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്നൊരു കമ്പനിയാണെങ്കിൽ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ എന്താണ്, കാരോ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഇതാക്കിയാൽ മതി, എന്നുവെച്ചാൽ ഫുൾഫിൽ ചെയ്യാണ്ടെന്നാൽ മതി കാരോ അപ്ലിക്കബിൾ ആവാൻ. ഇതിലെല്ലാം ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് കാരോ അപ്ലിക്കബിൾ അല്ല. ഫസ്റ്റ് എന്ന് വെച്ചാൽ നോട്ട് എ സബ്സിഡറി ഓർ ഹോൾഡിംഗ് കമ്പനി ഓഫ് എ പബ്ലിക് കമ്പനി. എല്ലാ പബ്ലിക് കമ്പനിക്കും കാരോ അപ്ലിക്കബിൾ ആണ്, എക്സെപ്റ്റ് ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, കമ്പനി ലൈസൻസ് അണ്ടർ സെക്ഷൻ 8, 1% കമ്പനി ഓർ സ്മോൾ കമ്പനി. അതല്ലാതെ എല്ലാ പബ്ലിക് കമ്പനീസിനും എന്താണ് കാരോ അപ്ലിക്കബിൾ ആണ്. സോ അതിൻ്റെ ഒരു സബ്സിഡറിയോ ഹോൾഡിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കാരോ അപ്ലിക്കബിൾ അല്ല. ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനീൻ്റെ സബ്സിഡറിയോ ഹോൾഡിങ്ങോ ആണെങ്കിൽ എന്താണ് അതിന് കാരോ അപ്ലിക്കബിൾ ആണ്. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് എക്സീഡ് ₹1 crore ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും അതേ മറ്റേ റിസർവ്സും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്, ഇത് 1 കോടിക്ക് മുകളിലാണെങ്കിൽ കാരോ അപ്ലിക്കബിൾ ആണ്, 1 കോടിക്ക് താഴെ ആണെങ്കിൽ കാരോ അപ്ലിക്കബിൾ അല്ല. ദെൻ ടോട്ടൽ ബോറോയിങ്സ് നോട്ട് എക്സീഡിങ് 1 crore ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എന്താണ് ബോറോയിങ്സ്, ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീൻ്റെ ബോറോയിങ്സ് 1 കോടിക്ക് മുകളിലാണെങ്കിൽ കാരോ അപ്ലിക്കബിൾ ആണ്, 1 കോടിക്ക് താഴെ ആണെങ്കിൽ കാരോ അപ്ലിക്കബിൾ അല്ല. ദെൻ ടോട്ടൽ റവന്യൂ നോട്ട് എക്സീഡിങ് 10 crore ഇൻക്ലൂഡിങ് റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. അപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനിൽ കൂടി റവന്യൂ കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീൻ്റെ റവന്യൂ 10 crore മുകളിലാണെങ്കിൽ കാരോ അപ്ലിക്കബിൾ ആണ്, 10 crore താഴെ ആണെങ്കിൽ കാരോ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് എന്തൊക്കെയാണ് കണ്ടീഷനിൽ? ഒന്ന് വെച്ചാൽ ഒരു പബ്ലിക് കമ്പനീൻ്റെ സബ്സിഡറിയോ ഹോൾഡിങ്ങോ ആവാൻ പാടില്ല. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവും രണ്ടും കൂടി ചേർത്തിട്ട് അത് 1 കോടിക്ക് മുകളിലാവാൻ പാടില്ല. ടോട്ടൽ ബോറോയിങ്ങും 1 കോടിക്ക് മുകളിലാവാൻ പാടില്ല. പക്ഷേ റവന്യൂ ഇൻക്ലൂഡിങ് റവന്യൂ ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ അത് എന്താണ് 10 കോടിക്ക് മുകളിലാവാൻ പാടില്ല. ഓക്കെ, ഈ 4 കണ്ടീഷനും ഒരു പ്രൈവറ്റ് കമ്പനി ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനിക്ക് എന്തല്ല കാരോ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, സോ ഇതാണ് എന്ത് കാരോയിൽ വരുന്ന എക്സെപ്ഷൻസ്, കാരോൻ്റെ അപ്ലിക്കബിലിറ്റിയിൽ വരുന്ന എക്സെപ്ഷൻസ്. ഇനി മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണ് നമ്മൾ പറഞ്ഞു, അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ആണ് കാരോ 2020 പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റേഴ്സാണ് നമ്മൾ ഈ ഒരു കാരോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതാണ് ഇവിടെ പറഞ്ഞത്. എവറി റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 43 മസ്റ്റ് ഇൻക്ലൂഡ് മാറ്റേഴ്സ് സ്പെസിഫൈഡ് ഇൻ പാരഗ്രാഫ് 3 and 4 ഓഫ് കാരോ 2020 ആസ് അപ്ലിക്കബിൾ. അപ്പോൾ എന്താണ് കാരോ അപ്ലിക്കബിൾ ആവുന്ന ഒരു കമ്പനീസിന് കാരോ 2020 പറയുന്ന പാരഗ്രാഫ് 3 പറയുന്നതും പാരഗ്രാഫ് 4 പറയുന്നതുമായുള്ള എല്ലാ മാറ്റേഴ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സോ പാരഗ്രാഫ് 3 പാരഗ്രാഫ് 4 ആണെന്ത് കാരോയിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ട മാറ്റേഴ്സ്, നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട മാറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പാരഗ്രാഫ് 3 4 ആണ് പറയുന്നത്. മെയിൻലി പാരഗ്രാഫ് 3ലാണ് 21 കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അപ്ലിക്കബിലിറ്റി ടു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കാരോ അപ്ലിക്കബിൾ ആണോ? നമ്മളൊരു സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാരോ അപ്ലിക്കബിൾ ആണ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാരോ അപ്ലിക്കബിൾ ആണോ? ദ ഓർഡർ ഡസ് നോട്ട് അപ്ലൈ ടു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാദ്യം മനസ്സിലാക്കുക. എന്താണ് കാരോ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലിക്കബിൾ അല്ല, പക്ഷേ അതിനും എന്താണ് എക്സെപ്ഷൻ ഉണ്ട്. എന്താണ് എക്സെപ്ഷൻ? എക്സെപ്റ്റ് ഫോർ ക്ലോസ് 21 ഓഫ് പാരഗ്രാഫ് 3. അപ്പോൾ പാരഗ്രാഫ് 3 21 അതെന്താണ്, അത് ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് അപ്ലിക്കബിൾ ആണ്. ബാക്കി ഒരു ക്ലോസ് 1 to ക്ലോസ് 20 എന്താണ് അപ്ലിക്കബിൾ അല്ല. പക്ഷേ 21 ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് അപ്ലിക്കബിൾ ആവും. നോട്ട് കാരോ 2020 റിക്വയർസ് ഓഡിറ്റേഴ്സ് ടു ഫോളോ പ്രിസ്ക്രൈബ്ഡ് ക്ലോസസ് റിഗറസ്ലി എൻഷുറിങ് കംപ്ലയൻസ് ആൻഡ് ട്രാൻസ്പെറൻസി. അപ്പോൾ എന്താണ് ഓഡിറ്റർ എന്താണ് എല്ലാ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്ലോസുകളും ഓഡിറ്റർ ഫോളോ ചെയ്തിരിക്കണം കാരോ 2020 പ്രകാരം. ഓക്കെ, ഇനിയാണ് നമ്മൾ പാരഗ്രാഫ് 3 പാരഗ്രാഫ് 4 പ്രകാരം എന്തൊക്കെ മാറ്റേഴ്സാണ്. മെയിൻലി പാരഗ്രാഫ് 3 നമ്മളിതിൽ ഇവിടെ പറയുന്നത് ഇപ്പോൾ പാരഗ്രാഫ് 3 ആണ്. പാരഗ്രാഫ് 3 നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു കാരോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, കാരോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏതൊക്കെ മാറ്റേഴ്സ് ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇത് മാറ്റർ അല്ല കേട്ടോ. ഫസ്റ്റ് എന്താ വെച്ചാൽ പ്രോപ്പർട്ടി, PP
പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയണം, അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം കാരോയിൽ. അതിനുശേഷം ഇൻവെൻട്രി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ദെൻ ലോൺസ്, ഗ്യാരണ്ടീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 185 ആൻഡ് 186. അപ്പോൾ 185നും 186ൻ്റെയും കംപ്ലയൻസ്, അതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. 4ാമത്തെ ക്ലോസ് ആയിട്ട്. 5ാമത്തെ ക്ലോസ് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ്സ് കംപ്ലയൻസ്. ദെൻ കോസ്റ്റ് റെക്കോർഡ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മൾ ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് വെച്ചാൽ നമ്മുടെ GST, ഇൻകം ടാക്സ് അങ്ങനെയൊക്കെ. ദെൻ ടാക്സ് അസസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ലോൺ ഡിഫോൾട്ട്സ്, അതിനുശേഷം ഫണ്ട് റേസ്, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കമ്പനിക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്തില്ല അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ദെൻ ഫ്രോഡിനെ കുറിച്ച് കൊടുക്കണം. നിധി കമ്പനീനെ കുറിച്ച് കൊടുക്കണം. ദെൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനെ കുറിച്ച് കൊടുക്കണം. ഇൻറ്റേർണൽ ഓഡിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണം. RBI രജിസ്ട്രേഷൻ ആൻഡ് കംപ്ലയൻസ് അത് വേണം. ക്യാഷ് ലോസസിനെ കുറിച്ച് വേണം. ഓഡിറ്റേഴ്സ് റെസിഗ്നേഷൻ അതിനെക്കുറിച്ച് വേണം. പിന്നെ മെറ്റീരിയൽ അൺസർട്ടനിറ്റി, എന്തെങ്കിലും മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ടോ അത് ഗാർഡിങ് ഗോയിങ് കൺസേൺ ഓർ എനി അതർ തിങ് അതുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ദെൻ CSR കംപ്ലയൻസ്, CSR കംപ്ലയൻസിനെ കുറിച്ച് റിപ്പോർട്ട്. ആൻഡ് ലാസ്റ്റ് 21 എന്താണ്, ക്വാളിഫിക്കേഷൻ ഇൻ കാരോ റിപ്പോർട്ട്. എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ ആ കാര്യം നമ്മൾ 21ാമത്തെ റിപ്പോർട്ടായിട്ട് നമ്മൾ കൊടുക്കണം. സോ ഇത്രയും മാറ്റേഴ്സാണ് നമ്മളിത് കാരോയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നമുക്കിത് ഓരോന്നുമായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഓവർവ്യൂ എന്നുള്ളത്. കാരോ 2020 requires the auditor to report include specific statements regarding company's compliance records and other key aspects. കാരോ 2020 എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ. ഇൻക്ലൂഡ് സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് കമ്പനി കംപ്ലയൻസ്, കമ്പനി ചെയ്യുന്ന ഓരോ ലീഗലായിട്ടോ നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം, അതേമാതിരി തന്നെ പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതൊക്കെ കമ്പനി കംപ്ലൈ ചെയ്യുന്നുണ്ടോ, അതേമാതിരി തന്നെ കമ്പനീൻ്റെ റെക്കോർഡ്സിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ അതർ കീ ആസ്പെക്ട്സുകളെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് കാരോ 2020 പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ കാരോ 2020 പ്രകാരം നമ്മൾ ചെയ്യുന്നത് ആ 21 മാറ്റേഴ്സിനെ കുറിച്ചിട്ടും. സോ ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് വെച്ചാൽ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. അതിൽ നമ്മൾ എന്താണ് കാരോ പ്രകാരം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്ന് നോക്കാം. സോ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് പ്രകാരം ഓക്കെ 5 കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. PPE പ്രകാരം PPE ബേസ് ചെയ്തിട്ട് നമുക്ക് 5 കാര്യങ്ങൾ കാരോയിൽ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. PPEനെ കുറിച്ചുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. വെദർ ദ കമ്പനി മെയിൻറ്റെയിൻസ് പ്രോപ്പർ റെക്കോർഡ്സ് ഷോയിങ് ഫുൾ പെർട്ടിക്കുലേഴ്സ് ഇൻക്ലൂഡിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ആൻഡ് സിറ്റുവേഷൻ ഓഫ് PPE ആൻഡ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ PPEൻ്റെയും ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെയും എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും, അതേമാതിരി തന്നെ സിറ്റുവേഷനും അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസും എത്ര എണ്ണമാണ് ഉള്ളത്, അതേമാതിരി തന്നെ സിറ്റുവേഷൻ കണ്ടീഷൻ അത് നല്ല പ്രോപ്പർ കണ്ടീഷനിലാണോ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾക്ക് സൂചിപ്പിച്ചിട്ട് എല്ലാ ഫുൾ പെർട്ടിക്കുലേഴ്സും കൊടുത്തിട്ടുള്ളൊരു റെക്കോർഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ PPEൻ്റെയും ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെയും എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അതിനെക്കുറിച്ച് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം ഇൻ കാരോ 2020. സോ ഫസ്റ്റ് PPEനെ കുറിച്ച് ചെയ്യേണ്ടത് വെച്ചാൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തത് ഫിസിക്കൽ വെരിഫിക്കേഷൻ. വെദർ PPE വാസ് ഫിസിക്കലി വെരിഫൈഡ് ബൈ മാനേജ്മെൻറ്റ് അറ്റ് റീസണബിൾ ഇൻ്റർവെൽസ് ആൻഡ് വെദർ മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസീസ് നോട്ടീസ്ഡ് വർ ഡെൽറ്റ് വിത്ത് ഇൻ ദ ബുക്സ്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് ഈ ഒരു PPE ഫിസിക്കലി വെരിഫൈഡ് ചെയ്യുന്നുണ്ടോ, എങ്ങനെ ഒരു റീസണബിൾ ഇൻ്റർവെല്ലിൽ എന്ന് വെച്ചാൽ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഒരു റീസണബിൾ ആയുള്ള ഇൻ്റർവെല്ലിൽ മാനേജ്മെൻറ്റ് ഈ PPEനെ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ആൻഡ് വെദർ മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസീസ് നോട്ടീസ്. അപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് കാണുന്നുണ്ടോ. നമ്മളൊരു ഫിസിക്കൽ കൗണ്ട് ചെയ്യാണ് 10 എണ്ണം ഉണ്ടായിരുന്നു റെക്കോർഡിൽ, പക്ഷേ എന്താണ് ഫിസിക്കൽ നോക്കുമ്പോൾ 9 തന്നെ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്പൻസീസ് കാണുന്നുണ്ടെങ്കിൽ അത് ബുക്കിൽ കറക്റ്റായ രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി എന്താണ് ഓഡിറ്റർ കാരോയിൽ റിപ്പോർട്ട് ചെയ്യണം. ഓഡിറ്റർ ഈ കാര്യം വെരിഫൈ ചെയ്തിട്ട് കാരോയിൽ എന്താണ് PPEനെ കുറിച്ചിട്ട് ഇതും കൂടി റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു. രണ്ടാമത് എന്താണ് ഫിസിക്കലി മാനേജ്മെൻറ്റ് ഈ ഒരു PPE എന്താണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ഇൻ ദ കമ്പനീസ് നെയിം.
If not, details must be provided including the description, value, holder's name and reason for discrepancies. Example disputes. അപ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഡീഡ് നമ്മളെ ബിസിനസ്സിൽ നമ്മളുടെ ഒരു ബാലൻസ് ഷീറ്റിൽ എന്താണ്, നമ്മളെ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ആ അസറ്റ് കാണിക്കുമ്പം അതിൻ്റെ ഓണർഷിപ്പ് നമ്മളെന്താണ്, നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അസെഷൻസ് പഠിക്കേണ്ടായിരുന്നു. ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്തൊക്കെ അസെഷൻസ് ആണ്, അസറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ അസെഷൻസ് ആണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണെന്ത്, ഓണർഷിപ്പ്. ഒരു ഐറ്റത്തിൻ്റെ, ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പ് നമുക്ക് തന്നെയാണോ എന്നുള്ള കാര്യം എന്താണ്, ഓഡിറ്റർ നോക്കേണ്ട കാര്യമാണ്. അതാണ് ഇവിടെയും പറഞ്ഞത്. ഒരു ടൈറ്റിൽ ഡീഡാണ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടീൻ്റെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യുന്ന കാര്യം. സോ ടൈറ്റിൽ ഡീഡ്സ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള എല്ലാ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കും നമ്മളെ കമ്പനി എന്ന് വെച്ചാൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓണറായിട്ടുള്ള കമ്പനീൻ്റെ ടൈറ്റിൽ ഡീഡാണോ, അവരുടെ പേരിലെ ടൈറ്റിൽ ഡീഡാണോ ഉള്ളത് നമ്മൾ നോക്കണം. മസ്റ്റ് ബി ഇൻ ദ കമ്പനീസ് നെയിം. അതെന്താണ്, കമ്പനീൻ്റെ പേരിലാണോ എന്നുള്ള കാര്യം നോക്കണം. ഇഫ് നോട്ട്, അങ്ങനെയല്ല, കമ്പനീൻ്റെ പേരിലല്ലെങ്കിൽ ഡീറ്റെയിൽസ് മസ്റ്റ് ബി പ്രൊവൈഡഡ്. അതിന് ഡീറ്റെയിൽസ് തരണം. ആരുടെ പേരിലാണ്, ഡിസ്ക്രിപ്ഷൻ, ഡീറ്റെയിൽ ഇൻക്ലൂഡിങ് ദ ഡിസ്ക്രിപ്ഷൻ, വാല്യൂ, ഹോൾഡേഴ്സ് നെയിം, ആരുടെ പേരിലാണുള്ളത്, ആൻഡ് ദ റീസൺ ഫോർ ഡിസ്ക്രിപ്പൻസി, എന്തുകൊണ്ടാണ് നമ്മളെ പേരിലുള്ളത് അയാളുടെ പേരിലുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് കാരണോ എന്തെങ്കിലും ഫാമിലി പ്രോപ്പർട്ടി ആയിരിക്കും നമ്മളത് ബിസിനസ്സിലേക്ക് കാണിച്ചിട്ടുണ്ടോ, പക്ഷേ അതിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ വി ആർ ഷോയിങ് ദാറ്റ് അസെറ്റ് ഇൻ അവർ ബാലൻസ് ഷീറ്റ്. സോ അങ്ങനത്തെ എന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യം ഓഡിറ്റർ വെരിഫൈ ചെയ്തിട്ട് അത് എന്തെങ്കിലും ചെയ്യണം, അത് കാരോയിൽ റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തതായിരുന്നു. പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ്. പിന്നെ എന്താണ്, ടൈറ്റിൽ ഡീഡ് ഉണ്ടോ എന്ന് നോക്കൽ, എന്ന് വെച്ചാൽ ഓണർഷിപ്പ് നമുക്ക് തന്നെയാണെന്നുള്ള കാര്യം നോക്കാൻ. ദെൻ 4ാമത്തെ വെച്ചാൽ റീവാല്യുവേഷൻ. വെദർ PPE ഓർ ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് വേർ റീവാല്യൂ ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ ഈ ഒരു ഇയർ നമ്മൾ ഒരു ഓഡിറ്റ് ചെയ്യുന്ന ഈ പീരീഡിൽ എന്താണ്, അത് റീവാല്യൂ ചെയ്തിട്ടുണ്ടോ, PPEയും ഇൻടാഞ്ചിബിൾ അസെറ്റും റീവാല്യൂ ചെയ്തിട്ടുണ്ടോ നോക്കണം. ബേസ്ഡ് ഓൺ രജിസ്റ്റേർഡ് വാല്യൂസ് അസസ്മെൻറ്റ്. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു വാല്യൂറിൻ്റെ അസസ്മെൻറ്റിൽ നമ്മൾ ഈ PPEയും ഇൻടാഞ്ചിബിൾ അസറ്റും റീവാല്യൂ ചെയ്തിട്ടുണ്ടോ നോക്കണം. ആൻഡ് ഇഫ് ദ ചേഞ്ചസ് ഈസ് മോർ ദാൻ 10% ഓർ ഈക്വൽ ഓർ മോർ ദാൻ 10%. അപ്പോൾ എന്താണ്, ഈ ഒരു ചേഞ്ച് നമ്മൾ റീവാല്യൂ ചെയ്തു, ഒരു രജിസ്റ്റേർഡ് വാല്യൂറിനെ വിളിച്ച് വരുത്തി നമ്മൾ ആ ഒരു അസറ്റിനെ റീവാല്യൂ ചെയ്തു. അയാൾ പറഞ്ഞു ഇതിൻ്റെ വാല്യൂ ഇത്രയാണ്, 100 സാധനത്തിന് ഇപ്പോൾ വാല്യൂ 120 എന്ന് പറഞ്ഞു, ഐദർ ലാക്സ് ഓർ ക്രോർ അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ്, വന്ന ചേഞ്ച് എത്രയാണ്, 20% കൂടിയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് മോർ ദാൻ 10%. അങ്ങനെയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് മസ്റ്റ് ബി ഡിസ്ക്ലോസ്. ഈ ഒരു സിറ്റുവേഷനിൽ മോർ ദാൻ 10% ചേഞ്ച് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കാരോയിൽ എത്ര എമൗണ്ട് ആണ് ചേഞ്ച് വന്നിട്ടുള്ളത്, റീവാലുവേഷൻ കാരണം എത്ര എമൗണ്ട് ആണ് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പോൾ 10% താഴെയാണ്. ഇപ്പോൾ ഈ ഒരു 120 പകരം ആകെ 105 മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക. അപ്പോൾ ആകെ എത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുള്ളൂ, 5% കൂടിയുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എമൗണ്ട് ചേഞ്ച് വന്ന എമൗണ്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചേഞ്ച് വന്ന എമൗണ്ട് നമ്മൾ എപ്പോൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി, 10%-നെക്കാട്ടും കൂടുതലാണ് ആ ചേഞ്ചുകൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ. സോ ഫസ്റ്റ് എന്തായിരുന്നു PPയിലുള്ളത്, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. രണ്ടാമത് എന്താണ്, മാനേജ്മെൻറ്റ് ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നുണ്ടോ ഒരു റീസണബിൾ ഇൻ്റർവെല്ലിൽ. മൂന്നാമത്തെ എന്തായിരുന്നു, ടൈറ്റിൽ ഡീഡ് കമ്പനീൻ്റെ തന്നെ പേരിലാണോ, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്, വാല്യൂ എന്താണ്, ആരുടെ പേരിലാണ് ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഓഡിറ്റർ മെൻഷൻ ചെയ്യണം. ഇനി 4ാമത്തെ വെച്ചാൽ റീവാലുവേഷൻ ആണ്. ഒരു PPE അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ്, ഈ ഒരു കൊല്ലം ഡ്യൂറിങ് ദ ഇയർ മാനേജ്മെൻറ്റ് റീവാല്യൂ ചെയ്തിട്ടുണ്ടോ. ആ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ചേഞ്ച് വന്നത് 10%-നെക്കാട്ടും മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു ചേഞ്ച് വന്ന എമൗണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാരോയിൽ മെൻഷൻ ചെയ്യണം. ദെൻ ബിനാമി പ്രോപ്പർട്ടി. വെദർ പ്രൊസീഡിങ്സ് അണ്ടർ ദ ബിനാമി ട്രാൻസാക്ഷൻസ് ആക്ട് 1988 ആർ പെൻഡിങ് ഓർ ഇനീഷ്യേറ്റഡ് ആൻഡ് വെദർ ദ കമ്പനി ഡിസ്ക്ലോസ് ദീസ് അപ്രോപ്രിയറ്റ്ലി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതിലെന്താ വെച്ചാൽ നമ്മൾ ഒരു അസറ്റിൻ്റെ ബിനാമിയായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ അവരെ പേരിലായിരിക്കും അസറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈറ്റിൽ ലീഡ് നോക്കിയ സമയത്ത് വേറെ ആളെ പേര് അല്ലെങ്കിൽ നമ്മളെ പേരിലാണ് അസറ്റ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ ബുക്കിൽ കാണിച്ചു. പക്ഷേ അത് ആക്ച്വലി അതിൻ്റെ ഒരു ഓണർഷിപ്പ്, ഒരു നമ്മൾ പറയുന്നത് സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു ഓണർഷിപ്പ് വേറൊരു ആൾക്കാണുള്ളത്. നമ്മളൊരു ബിൽഡിംഗ് ആണ്, അത് നമ്മൾ അയാളൊരു ബിനാമിയായിട്ട് മാത്രം, അയാളുടെ സാധനമാണത്, അയാളാണത് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ബിനാമിയായിട്ട് മാത്രം ബിഹേവ് ചെയ്യാണ്, അല്ലെങ്കിൽ വേറൊരാൾ നമ്മളൊരു ബിനാമിയായിട്ട് ബിഹേവ് ചെയ്യാണ്. സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ. ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട് 1988 പ്രകാരം
ലീഗൽ അല്ലാത്ത എന്തെങ്കിലും ഒരു കേസ് നമ്മൾക്കെതിരുണ്ടോ, പ്രൊസീഡിങ്സ്, എന്തെങ്കിലും ഒരു പ്രൊസീഡിങ്സ് എന്താണ് നമുക്കെതിരെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടോ, ഏതെങ്കിലും കേസ് തുടങ്ങിയിട്ടുണ്ടോ ഈ കൊല്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടോ ബിനാമി ട്രാൻസാക്ഷൻ പ്രൊഹിബിഷൻ ആക്ട് 1988 പ്രകാരം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യം കമ്പനി എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എന്താണ് അതും കൂടി ഓഡിറ്റർ നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വെച്ചാൽ എന്തായിരുന്നു, റെക്കോർഡാണ്, റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ. രണ്ടാമത് എന്താണ്, ഫിസിക്കൽ വെരിഫിക്കേഷനാണ്, ഫിസിക്കൽ വെരിഫിക്കേഷനാണ്. മൂന്നാമത്തെ എന്താണ്, മൂന്നാമത്തത് ടൈറ്റിൽഡ് ഡീഡായിരുന്നു. ടൈറ്റിൽ ഡീഡ് എന്നുവെച്ചാൽ എന്താണ്, ഓണർഷിപ്പ് തന്നെ. നാലാമത്തെ എന്താണ്, റീവാലുവേഷൻ. 5 എന്താണ്, ബിനാമി പ്രോപ്പർട്ടി. സോ ഈ 5 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, PPE പ്രകാരം നമ്മൾ കാരോയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഇൻവെൻട്രി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, ഇൻവെൻട്രി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് കാരോയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 2 കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഇൻവെൻട്രി വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ PPയിൽ നേരത്തെ നോക്കിയതിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. PPയിൽ നമ്മൾ എന്താ പറഞ്ഞത്, രണ്ടാമത്തെ പോയിന്റിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണമായിരുന്നു. വെദർ ഫിസിക്കൽ വെരിഫിക്കേഷൻ വാസ് കണ്ടക്റ്റഡ് അറ്റ് റീസണബിൾ ഇൻ്റർവെൽ, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിന് കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞത്, നമ്മൾ എന്താണ് റീവാലുവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് PPൻ്റെ റീവാലുവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചേഞ്ച്, ഒരു രജിസ്റ്റേർഡ് വാല്യൂറിനെ വെച്ച് നമ്മൾ റീവാലുവേഷൻ നടത്തിയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരികയാണ്, ആ ചേഞ്ച് എന്താണ് 10% മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വാല്യൂ നമ്മൾ മെൻഷൻ ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു. അതേമാതിരി ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ നമ്മളൊരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ട് അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ കാണുകയാണ്, ഒരു ഡിസ്ക്രിപ്പൻസീസ് നമ്മൾ കാണുകയാണെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്പൻസീസ് 10% മുകളിലാണ് എന്ന് വെച്ചാൽ റെക്കോർഡിൽ 100 രൂപേൻ്റെ സാധനമാണുള്ളത്, നമ്മൾ ഫിസിക്കലി വെരിഫൈ ചെയ്തപ്പോൾ ആകെ 80 രൂപേൻ്റെ സാധനമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ 85 രൂപേൻ്റെ സാധനമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര പെർസെൻറ്റേജാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്, 15% ആ ഒരു ഡിസ്ക്രിപ്പൻസി വന്നിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10 ഡിസ്ക്രിപ്പൻസീസ് 10% വർ അഡ്രസ് ഇൻ ദ ബുക്ക്. അതെന്താണ്, അത് ബുക്കിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ഇൻവെൻട്രി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ കാരോയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്, ഇൻവെൻട്രി വെരിഫിക്കേഷനാണ്. അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ റീസണബിൾ ഇൻ്റർവെൽ നടന്നിട്ടുണ്ടോ, അതേമാതിരി അതിലെന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അത് 10%-നെക്കാട്ടും മുകളിലാണെങ്കിൽ, 10%-ഓ അല്ലെങ്കിൽ അതിനെക്കാട്ടും മുകളിലാണെങ്കിൽ അത് ബുക്കിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അതിന് ശേഷം രണ്ടാമത് നോക്കേണ്ട സാധനമാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ്. ഫോർ എ കമ്പനി വിത്ത് സാങ്ഷൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ്സ് more than 5 crores, quarterly returns or statements submitted to bank, financial institutions must agree with the books of accounts. If discrepancies exist, details must be provided. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ നമ്മളെന്താണ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലോൺ എടുക്കുമ്പോൾ നമ്മളെന്താണ് അതിന് ഒരു ക്വാർട്ടർലി ആയിട്ട് നമ്മൾ റിപ്പോർട്ടും കൊടുക്കും. ആർക്കൊക്കെ, ബാങ്കിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ 5 കോടിക്ക് മുകളിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓഡിറ്റർ പോയിട്ട് ഈ ഒരു റിട്ടേൺ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേണോ ക്വാർട്ടർലി റിട്ടേൺ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓഡിറ്റർ പോയിട്ട് വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ, അഗ്രി ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഇഫ് ഡിസ്ക്രിപ്പൻസീസ് എക്സിസ്റ്റ്, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ബുക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ആ ഡീറ്റെയിൽസ് കൊടുക്കണം. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഡീറ്റെയിൽസ് കൊടുക്കണം. കാരോയിൽ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ഇൻവെൻട്രി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഒന്ന് വെച്ചാൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിട്ട് ഡിസ്ക്രിപ്പൻസീസ് 10%-ഓ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ എന്താണ്, അത് ബുക്കിൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, ബുക്കിൽ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇനി അടുത്തത് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റാണ്. നമുക്കൊരു കമ്പനി ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് സാങ്ഷനായി, അത് 5 കോടിക്ക് മുകളിലാണ്. 5 കോടി മറക്കരുത്, 5 കോടിക്ക് മുകളിലാണ്. ക്വാർട്ടർലി റിട്ടേണും സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ബാങ്കിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ സബ്മിറ്റ് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ എന്താണ് ബുക്കുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. മാച്ച് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ,
സോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൊടുക്കേണ്ട കാര്യം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ എന്താണ്? ലോൺസ്, ഗ്യാരണ്ടീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ കമ്പനി കൊടുത്തിട്ടുള്ള ലോൺ, ഗ്യാരണ്ടീസ് അല്ലെങ്കിൽ കമ്പനി നിന്നിട്ടുള്ള ഗ്യാരണ്ടീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതിലെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കാരോയിൽ മെൻഷൻ ചെയ്യേണ്ടത്? 6 കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് കാര്യമാണെന്ത്? ഡിസ്ക്ലോഷർ. അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ലോൺ, അഡ്വാൻസ്, ഗ്യാരണ്ടി ആൻഡ് സെക്യൂരിറ്റി പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ ഇയർ. അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്ന് സബ്സിഡറിക്ക് കൊടുത്തത്, ജോയിൻറ്റ് വെഞ്ചേഴ്സിന് കൊടുത്തത്, അസോസിയേറ്റ്സിന് കൊടുത്തത്, അല്ലെങ്കിൽ അതർ പാർട്ടി, ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലായിരിക്കണം നമ്മളിത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ലോൺ പ്രൊവൈഡഡ് ടു സബ്സിഡറി, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, അസോസിയേറ്റ് ആൻഡ് അതർ പാർട്ടീസ്, എന്നിട്ട് അവരുടെ പേര് അതിൻ്റെ ഓരോ ഹെഡിങ് ആയിട്ടും അതിൻ്റെ അണ്ടറിൽ എന്താണ് അവരോരോ പേരും നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ലോണും ഗ്യാരണ്ടിയും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയും നമ്മൾ കൊടുത്തത്, ലോണ്, അഡ്വാൻസ്, ഗ്യാരണ്ടി, സെക്യൂരിറ്റി, ഇത് നമ്മൾ എന്താണ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അതും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. സബ്സിഡിക്ക് കൊടുത്തത്, ജോയിൻറ്റ് വെഞ്ചറിന് കൊടുത്തത്, അസോസിയേറ്റിന് കൊടുത്തത്, അതേമാതിരി തന്നെ അതർ പാർട്ടീസിന് കൊടുത്തത്. ദെൻ പ്രിജുഡൈസ് ചെക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ലോൺ കൊടുത്തതോ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തതോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാരണ്ടി നിന്നതോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കമ്പനീൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊജുഡീഷ്യലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? നോട്ട് പ്രൊജുഡീഷ്യൽ ടു ദ കമ്പനീസ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കമ്പനിക്ക് ഒരു നെഗറ്റീവായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എന്താണ് എൻഷുർ ചെയ്യണം. ആര്? ഓഡിറ്റർ ചെയ്യണം. അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ആദ്യം എന്താണ് അതിൻ്റെ ഡിസ്ക്ലോഷർ നോക്കണം. രണ്ടാമത്തത് എന്താണ്? അത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് കമ്പനിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. മൂന്നാമത്തെ വെച്ചാൽ റീപേയ്മെൻറ്റ്. നമ്മൾ എമൗണ്ട് കൊടുത്തു, ആ കൊടുത്ത എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. വെദർ ഷെഡ്യൂൾസ് ഫോർ റീപേയ്മെൻറ്റ്സ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ആർ സ്റ്റിപ്പുലേറ്റഡ് ആൻഡ് ഇഫ് റീപേയ്മെൻറ്റ്സ് ആർ റെഗുലർ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും റീപേയ്മെൻറ്റ് എന്താണ് അത് പ്രോപ്പറാണ്. അതിൻ്റെ സ്റ്റിപ്പുലേറ്റ് നമ്മൾ പറയുകയാണ് ഇപ്പോൾ 6 months കൂടുമ്പോഴാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് തരേണ്ടത്, പ്രിൻസിപ്പൽ എമൗണ്ട് 2 കൊല്ലത്തിന് ശേഷം തരണം എന്നുള്ളൊരു സ്റ്റിപ്പുലേഷൻസ് നമ്മൾ വെക്കുന്നുണ്ടോ, അത് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതേമാതിരി തന്നെ ഈ ഒരു റീപേയ്മെൻറ്റ് എന്താണ് റെഗുലർ ആണോ എന്നുള്ളതും കൂടി വെരിഫൈ ചെയ്യണം, ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അത് റിപ്പോർട്ടും വേണം, പ്രോപ്പറാണോ അല്ലേ എന്നുള്ള കാര്യം ഏതിൽ കാരോല്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെന്താണ് റീപേയ്മെൻ്റ് ആണ്. ആദ്യത്തെ ഡിസ്ക്ലോഷർ ആയിരുന്നു. രണ്ടാമത്തെ എന്താണ് കമ്പനിക്ക് എന്തെങ്കിലും മോശമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കൽ. മൂന്നാമത്തെ എന്താണ് റീപേയ്മെൻറ്റ് പ്രോപ്പറാണോ. ഇനി നാലാമത്തെ എന്താണ് ഓവർ ഡ്യൂ എമൗണ്ട്. ടോട്ടൽ ഓവർ ഡ്യൂ എമൗണ്ട് മോർ ദാൻ 90 days ആൻഡ് വെദർ റീസണബിൾ റിക്കവറി സ്റ്റെപ്സ് വർ ടേക്കൺ. അപ്പോൾ നമ്മളൊരു സാധനം ലോൺ കൊടുത്തു, നമ്മൾ 2 ലക്ഷം ലോൺ കൊടുത്തു ഒരാൾക്ക്, 90 ദിവസം അല്ലെങ്കിൽ 91 ദിവസമായിട്ടും ഇയാൾ എന്താണ് ഒരു പൈസ പോലും തിരിച്ചടച്ചിട്ടില്ല, തിരിച്ച് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഓവർ ഡ്യൂ ഉണ്ടോ എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ 90 ദിവസത്തിനെക്കാട്ടും കൂടുതൽ എന്തെങ്കിലും ഓവർ ഡ്യൂ ഉണ്ടോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ഫസ്റ്റ് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ റിക്കവറിക്ക് തക്കതായിട്ടുള്ള സ്റ്റെപ്പുകൾ കമ്പനി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഓഡിറ്റർ വെരിഫൈ ചെയ്യണം, റിപ്പോർട്ടും ചെയ്യണം കാരോല്. ഓക്കെ, സോ ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ ഈ ലോണിനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട്. രണ്ടാമത്തെ എന്താണ് കമ്പനീനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ നോക്കുക. മൂന്നാമത്തെ എന്താണ് ഈ ഒരു ലോൺ റീപേ ചെയ്യുന്നുണ്ടോ നോക്കുക. നാലാമത് എന്താണ് എന്തെങ്കിലും 90 daysനെക്കാട്ടും കൂടുതൽ ഓവർ ഡ്യൂ ഉണ്ടോ, അതിന് വേണ്ടിയുള്ള നെസസറി സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇനി അഞ്ചാമത്തത് ലോൺ റിന്യൂവൽ ഓർ എക്സ്റ്റൻഷൻ. ഡിസ്ക്ലോഷർ ഓഫ് കേസസ് വെർ ലോൺ falling due during the year were renewed or extended or fresh loans were granted to settle overdue amounts including aggregate amounts and their percentage of total loan. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഡിസ്ക്ലോഷറാണ്. എന്തിൻ്റെ ഡിസ്ക്ലോഷർ? നമ്മൾ ഓൾറെഡി ഒരു ഡിസ്ക്ലോഷർ പറഞ്ഞു, എല്ലാ ലോൺ കൊടുത്തത് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തതിൻ്റെയൊക്കെ ഡിസ്ക്ലോഷർ വേണമെന്ന് പറഞ്ഞു. ഇത് എന്തിൻ്റെ ഡിസ്ക്ലോഷറാണെന്ന് വെച്ചാൽ ഈ ഒരു കൊല്ലം നമുക്ക് തിരിച്ചടയ്ക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ 2 ലക്ഷം കൊടുത്തു, എന്നിട്ട് എന്താണ് 6 മാസം കൂടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ടോട്ടൽ എമൗണ്ട്, ഈ ടോട്ടൽ 2 ലക്ഷം നമുക്ക് റീപേ ചെയ്യാൻ പറഞ്ഞു. സോ അത് രണ്ടാമത്തെ കൊല്ലമാണ് ഈ ഒരു ലോണ് ഡ്യൂ ആവുന്ന കൊല്ലം എന്ന് വെച്ചാൽ ആ ലോണിൻ്റെ പ്രിൻസിപ്പൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട മൊത്തമായിട്ട് ഫിനിഷ് ചെയ്യേണ്ട കൊല്ലമാണ് രണ്ടാമത്തെ കൊല്ലം. സോ ആ ഒരു കൊല്ലമാണിത്. അങ്ങനെ ഈ കൊല്ലത്തിൽ എന്താണ് ഡ്യൂ ആവുന്ന ഏതൊക്കെ ലോണുകളുണ്ടോ അതിൻ്റെ ലിസ്റ്റ് വേണം. അതിൽ ഏതൊക്കെയാണോ റിന്യൂ ചെയ്തിട്ടുള്ളത്, ഈ കൊല്ലം ഡ്യൂ ആയ ലോണുകളുടെ ലിസ്റ്റ്, അതിൽ ഏതൊക്കെയാണോ റിന്യൂ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണോ റിന്യൂ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പുതിയൊരു ലോൺ എന്ന് വെച്ചാൽ ഇത് തിരിച്ചടച്ചൊരു പുതിയൊരു ലോൺ എടുത്തത് ഏതൊക്കെയാണ്. ഗ്രാൻഡ് ടു സെറ്റിൽ ദ ഓവർ ഡ്യൂ എമൗണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 ലക്ഷം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരൊരു
ഒരു 1.50 കൂടി ഇവർ തിരിച്ചടയ്ക്കാറുണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, ഒരു 1.50 പുതിയ ഫ്രഷ് ലോൺ എടുത്തു കൂടുതൽ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൽ. ഓക്കെ, സോ ഇങ്ങനത്തെ കേസ് ഉണ്ടോ? ഓൾറെഡി ഉള്ള ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ലോൺ എടുത്തു. അപ്പോൾ എന്തായിരിക്കും, ഇൻട്രസ്റ്റ് എന്തായാലും കൂടുതലായിരിക്കും. കറൻറ്റ് പീരീഡത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരിക. അപ്പോൾ അങ്ങനത്തെ കേസുകളുണ്ടോ? ഇൻക്ലൂഡിങ് അഗ്രിഗേറ്റ് എമൗണ്ട് ആൻഡ് ദെയർ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ലോൺ ഗ്രാൻഡ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെയാണ് ലോണ് ഡ്യൂ ആയിട്ടുണ്ടോ ഈ കൊല്ലം, അതിൽ ഏതൊക്കെയാണ് റിന്യൂ ചെയ്തത്, ഏതൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ പുതിയ ലോൺ എടുത്ത കേസ്, ഈ ഒരു ഓവർ ഡ്യൂ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി പുതിയ ലോൺ എടുത്ത കേസ്, അതിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ട്, അതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ലോൺ, ടോട്ടൽ ലോൺ കൊടുത്തതിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഡിമാൻഡ് ലോൺ, ഡിസ്ക്ലോഷർ ഓഫ് ലോൺ റീപേബിൾ ഓൺ ഡിമാൻഡ് വിത്തൗട്ട് ടേംസ് ഇൻക്ലൂഡിങ് അഗ്രിഗേറ്റ് എമൗണ്ട്, പെർസെൻറ്റേജ് ആൻഡ് ലോൺ ഗിവൺ ടു പ്രൊമോട്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് പാർട്ടി. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് റിഗാർഡിങ് ലോൺ അഡ്വാൻസസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ലോൺ, അതെന്താണ് 3 സെപ്പറേറ്റ് ചെയ്യും. ഒന്ന് നമ്മൾ സബ്സിഡറീസ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, അസോസിയേറ്റ്, പിന്നെ അതർ പാർട്ടീസിന് കൊടുത്ത രീതിയിലാക്കും. പിന്നെ എന്തായിരുന്നു, പിന്നെ റിന്യൂവോ അല്ലെങ്കിൽ ഈ കൊല്ലം ഡ്യൂ ആവുന്ന ലോണ് അത് റിന്യൂ ചെയ്യുന്നുണ്ടോ, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ, പുതിയ ലോൺ കൊടുക്കുന്നുണ്ടോ, അതിൻ്റെ ടോട്ടൽ എമൗണ്ട്, അഗ്രിഗേറ്റ് എമൗണ്ട്, ടോട്ടൽ പെർസെൻറ്റേജ് ഒക്കെ. അതിനുശേഷം വരുന്നതാണ് ഡിമാൻഡ് ലോൺ, ലോൺ റീപേബിൾ ഓൺ ഡിമാൻഡ്. അങ്ങനത്തെ ലോൺ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ റീപേ ചെയ്യേണ്ട ലോൺ, ഒരു ടേംസ് ഇല്ലാത്ത, വിത്തൗട്ട് എനി ടേംസ്, അങ്ങനത്തെ ലോൺ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യണം. അതിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യണം, അതിൻ്റെ പേഴ്സൻറ്റേജ് ഡിസ്ക്ലോസ് ചെയ്യണം. ആൻഡ് അതിന് പുറമെ എന്തും വേണം, നമ്മൾ പ്രൊമോട്ടേഴ്സിന് ഇത് കൊടുത്തതും അതേമാതിരി തന്നെ റിലേറ്റഡ് പാർട്ടീസിന് കൊടുത്തതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെയും ഡിസ്ക്ലോസ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും വേണം. ഓക്കെ, അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് നമ്മൾ എന്ത് വേണ്ടത്, ലോൺ ഗ്യാരണ്ടി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കാരോയിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരോയിൽ ഡിസ്ക്ലോസ് അല്ല, റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്ലോസ് കഴിഞ്ഞു. പാരഗ്രാഫ് 3 കാരോ 2020 പാരഗ്രാഫ് 3ലെ 3 ക്ലോസുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി 4ാമത്തെ ക്ലോസ് ആണ് കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 185 ആൻഡ് സെക്ഷൻ 186. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, വെദർ ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്യാരണ്ടീസ് ആൻഡ് സെക്യൂരിറ്റീസ് കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 185 ആൻഡ് സെക്ഷൻ 186 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, നോൺ കംപ്ലയൻസ് മസ്റ്റ് ബി ഡീറ്റെയിൽഡ്. അപ്പോൾ സെക്ഷൻ 185 എന്ന് പറയുന്നത് ഒരു കമ്പനി അയാളുടെ ഡയറക്ടറിന് ലോൺ കൊടുക്കുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സെക്ഷനാണ് 185. അതിൻ്റെ ലിമിറ്റും ഒരേ റെസ്ട്രിക്ഷൻസും പറയുന്ന സെക്ഷനാണ് 185. 186 എന്ന് വെച്ചാൽ ഒരു കമ്പനി, നമ്മളെന്താണ്, ഒരു ബാങ്കിങ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളെന്താ പറഞ്ഞത്, നോൺ ബാങ്കിങ് കമ്പനി എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളെന്താണ്, ഒരു നോർമൽ കമ്പനീനെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് ലോൺ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ ആ റെസ്ട്രിക്ഷൻസ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ, പ്രൊഹിബിഷൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 186. സോ ഈ 2 സെക്ഷനെയും കംപ്ലൈ ചെയ്യുന്നുണ്ടോ, ഈ 2 സെക്ഷനെയും മാനിച്ചുകൊണ്ടാണോ നമ്മൾ ലോൺ കൊടുത്തത് എന്നുള്ള കാര്യം ആരും ഉറപ്പ് വരുത്തണം. ഇത് രണ്ടും പ്രൊവിഷണൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞ സെക്ഷൻസ് ആണ്. എന്ത്, ഒരു കമ്പനി, നോർമൽ കമ്പനി ലോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അവർ ഫോളോ ചെയ്യേണ്ട റൂൾസ്. ഒന്ന്, ഡയറക്ടേഴ്സിന് കൊടുക്കാൻ പാടില്ല, അതൊരു ജനറൽ റൂള്, എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ 186 എന്താണ്, അതിലും ലിമിറ്റുകൾ ഓരോന്ന് പറയുന്നുണ്ട്. സോ ഈ 2 റൂളും പ്രകാരമാണോ ലോൺ കൊടുത്തത് എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. വെദർ ലോൺ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്യാരണ്ടി ആൻഡ് സെക്യൂരിറ്റി എന്താണ് ഈ 285-നെയും 185-നെയും 186-നെയും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇനി നോൺ കംപ്ലയൻസ് ആണെങ്കിൽ എന്താണ്, അത് ആ ഡീറ്റെയിൽസ് നമ്മൾ കാരോയിൽ കൊടുക്കും വേണം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിനി 5ാമത്തെ ക്ലോസ് ആണ് നോക്കാൻ പോകുന്നത്. 5ാമത്തെ ക്ലോസ് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ്സ് കംപ്ലയൻസ്. അപ്പോൾ ഡെപ്പോസിറ്റ് എന്താണെന്ന് നമുക്കറിയാലോ. നമ്മളിപ്പോൾ ഒരു ലോൺ കൊടുത്തു, നമ്മളൊരു ഒരു ബാങ്കാണെന്ന് വിചാരിക്കുക. ബാങ്കിൽ 2 കാര്യങ്ങളാണ് ബാങ്ക് മെയിനായിട്ട് ചെയ്യുക. ഒന്ന് എന്താ ചെയ്യുക, ഒന്ന് ഡെപ്പോസിറ്റ് വാങ്ങും ആൾക്കാരുടെ അടുത്ത് നിന്ന്. ആൾക്കാരെന്താണ്, അവരുടെ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബാങ്ക് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും. ഈ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ എടുത്തിട്ട് ബാങ്കിൽ നിന്നാണ് മറ്റുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കും. എന്നിട്ട് അവരിൽ നിന്ന് ഇൻട്രസ്റ്റ് വാങ്ങും. അപ്പോൾ ബാങ്കിൻ്റെ മെയിൻ വരുമാനം എന്താണ്, ഈ ഇൻട്രസ്റ്റ് എന്താണ് കൂടുതലായിരിക്കും കമ്പാരിങ് ടു ദിസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ബാങ്ക് വാങ്ങിയ പൈസക്ക് നമ്മൾ ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും ബാങ്ക് കടം കൊടുത്ത പൈസക്ക് ഇൻട്രസ്റ്റ് ബാങ്ക് വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ ജോലി ഒരു കമ്പനി ചെയ്യുകയാണെങ്കിൽ, ആ കമ്പനി ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതാണെന്ത്, ഈ RBI ഇഷ്യൂ ചെയ്ത ഡയറക്റ്റീവ്സിൽ പറയുന്നത്.
ഓക്കെ, അതിലതാണ് പറഞ്ഞത് കമ്പനി ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് വെൻ കമ്പനീസ് അക്സെപ്റ്റിംഗ് സം ഡെപ്പോസിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഒരു ഡെപ്പോസിറ്റ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സാധനം ഫോളോ ചെയ്തിരിക്കണം. ഇനി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 73 to 76 ഇതെന്താണെന്ന് വെച്ചാൽ കമ്പനി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുന്നതും അതേമാതിരി തന്നെ കമ്പനി എന്താണ് അധികം അതർ പാർട്ടീസ് മെമ്പേഴ്സ് അല്ലാത്ത മറ്റുള്ള പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുന്നതിനെയും കുറിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസും അതിനെക്കുറിച്ച് പറയുന്ന പ്രൊവിഷൻസാണ് 73 76 ഉള്ളത്. 73 എന്ന് വെച്ചാൽ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 74 എന്ന് വെച്ചാൽ അതിൻ്റെ റീപേയ്മെൻറ്റ് ടേംസ് ആണ് പറയുന്നത്. 75 എന്ന് വെച്ചാൽ റീപേ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ഡാമേജ് ആണ് വരുന്നത് എന്ന് വെച്ചാൽ പെനാൽറ്റീസ് കാര്യങ്ങൾ. 76 എന്ന് വെച്ചാൽ അതർ പാർട്ടീസിൻ്റെ എന്ന് വെച്ചാൽ നോൺ മെമ്പേഴ്സിൻ്റെ അടുത്ത് കമ്പനി ഡെപ്പോസിറ്റ് വാങ്ങുന്നത്. അങ്ങനെ 73 to 76 വരെ എന്താണ് കമ്പനി ഡെപ്പോസിറ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് പറയുന്ന പ്രൊവിഷൻസാണ് അതിലുള്ളത്. സോ ഈ സെക്ഷൻ 73 to 76 അതേമാതിരി തന്നെ RBI ഇഷ്യൂ ചെയ്തുള്ള ഡയറക്റ്റീവ്സും എന്താണ് ഈ രണ്ട് പ്രൊവിഷൻസും ഈ രണ്ട് റൂൾസും ഒരു ഡെപ്പോസിറ്റ് കമ്പനി സ്വീകരിക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടോ, അത് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട ഒന്നാണ്. അതിന് കാരോൽ റിപ്പോർട്ടും ചെയ്യണം. സോ 73 to 76 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 or 11 rules have been followed for deposits or deemed deposit. എന്താണ് ഡെപ്പോസിറ്റും ഡീംഡ് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം? ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരാളിൽ നിന്ന് പൈസ വാങ്ങുകയാണ്. ഇപ്പോൾ ബാങ്ക് എന്താണ് ഒരാളിൽ നിന്ന് പൈസ വാങ്ങുകയാണ്. എന്തിൻ്റെ ബേസിലാണ് ബാങ്ക് പൈസ വാങ്ങുന്നത്? തിരിച്ചു കൊടുക്കും എന്നുള്ള ഉറപ്പിൻ്റെ ബേസിലാണ് ബാങ്ക് പൈസ വാങ്ങുന്നത്. അതേമാതിരി തന്നെ ഇൻട്രസ്റ്റും കൊടുക്കും എന്നുള്ള ബേസിലാണ് ബാങ്ക് പൈസ വാങ്ങുന്നത്. ഇനി അങ്ങനെയല്ല, ഞാനും ഒരാളും ഈ ബാങ്കും ഒരാളും ഒരു ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ ഒരു ട്രാൻസാക്ഷൻ ഈ ചില സ്പെസിഫിക് ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്താണ് ചിലപ്പോൾ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഡീം ചെയ്യും. ലൈക്ക് ഒരു കമ്പനി ഉണ്ട്, അതിൽ ഡയറക്ടേഴ്സ് ഉണ്ട്. ഡയറക്ടർ കമ്പനിക്ക് പൈസ തന്നു. ആ തന്ന പൈസേനെ നമ്മൾ ഡീംഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചിലപ്പം ചില സ്പെസിഫിക് ട്രാൻസാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അതാണ് ഡെപ്പോസിറ്റും ഡീംഡ് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം. അത് ചില സ്പെസിഫിക് ട്രാൻസാക്ഷൻ നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഡീം ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് നടക്കുകയാണ്, ഒരു കമ്പനി ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഡീംഡ് ഡെപ്പോസിറ്റ് വരികയാണെങ്കിലും എന്ത് ചെയ്യണം? RBIൻ്റെ ഡയറക്റ്റീവ്സും അതേപോലെ സെക്ഷൻ 73 76 ഫോളോ ചെയ്തിരിക്കണം. ഇനി വെദർ കോൺട്രവെൻഷൻസ് ഓഫ് ഡെപ്പോസിറ്റ് റൂൾസ് ഹാവ് ബീൻ ഒക്യൂർഡ്. അപ്പോൾ ഈ ഒരു റൂൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ആൻഡ് ഇഫ് ഓർഡേഴ്സ് ഫ്രം അതോറിറ്റീസ് ലൈക്ക് NCLT ഓർ RBI എക്സിസ്റ്റ്. അപ്പോൾ എന്താണ് ഈ നമ്മളൊരു റൂൾ ഫോളോ ചെയ്തില്ല, അതിന് എതിരായിട്ട് NCLTയും അതേപോലെ തന്നെ RBIക്ക് എന്താണ് നമുക്കെതിരെ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. വെദർ കംപ്ലയൻസ് ഈസ് എൻഷ്യൂർഡ്. അതേപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾക്ക് നമ്മൾ കംപ്ലൈയും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മളെന്താണ് നമ്മുടെ കാരോ റിപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇതിലെ കാരോലെ. ഇനിയിപ്പോൾ 6ാമത്തെ ഏരിയ ആണ് കോസ്റ്റ് റെക്കോർഡ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് PPE നോക്കി, പിന്നെ ഇൻവെൻട്രി നമ്മൾ നോക്കി. ഇൻവെൻട്രിക്ക് ശേഷം നമ്മൾ നോക്കിയതാണ് നമ്മൾ ലോൺ അഡ്വാൻസസ് ആൻഡ് ഗ്യാരണ്ടി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കി. അതിനുശേഷം ഈ ലോൺ അഡ്വാൻസ് ആൻഡ് ഗ്യാരണ്ടി എന്താണ് സെക്ഷൻ 185 സെക്ഷൻ 186 കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. അതായിരുന്നു 4ാമത്തത്. 5ാമത്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൊടുത്തതാണ് ലോൺ കൊടുത്തു. 5ാമത്തെ വെച്ചാൽ നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കലാണ്. അതെന്താണ് RBIൻ്റെ ഡയറക്റ്റീവ്സും അതേമാതിരി തന്നെ സെക്ഷൻ 73 to 76 ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കലുമാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. ഇനി 6ാമത്തിലേക്ക് വന്നു, എന്താണ് കോസ്റ്റ് റെക്കോർഡ്സ്. സോ കോസ്റ്റ് റെക്കോർഡ്സ്, അപ്പോൾ വെദർ സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈഡ് മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനീനോട് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ എന്ത് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ആസ് പെർ സെക്ഷൻ 148 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നോക്കുക. സെൻട്രൽ ഗവൺമെൻറ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ആസ് പെർ സെക്ഷൻ 148 ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ? വെദർ ദീസ് റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻഡ്. ഈ 2 കാര്യമാണ് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു കോസ്റ്റ് റെക്കോർഡ്സ് ബേസിൽ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഒന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നുണ്ടോ സെക്ഷൻ 148 പ്രകാരം നമ്മളോട് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഈ 2 കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ എന്താണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഈ കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യുക, കാരോൽ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ 7ാമത്തെ കാര്യമാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് GST, PF, ESI, ഇൻകം ടാക്സ്, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു അതോറിറ്റിക്ക് കൊടുക്കുന്ന പൈസകൾ. സോ
റെഗുലേറ്ററി വെദർ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ലൈക്ക് GST, PF, ESI, ഇൻകം ടാക്സ് ആർ റെഗുലർലി ഡെപ്പോസിറ്റ്. നമ്മൾ റെഗുലർ ആയിട്ട് എന്താണ് ഇതിൻ്റെ പേയ്മെൻറ്റുകൾ കൊടുക്കുന്നുണ്ടോ? GST നമ്മൾ മന്ത്ലി കൊടുക്കണം, ഇൻകം ടാക്സ് നമ്മൾ ആനുവലി കൊടുക്കണം. ഇൻകം ടാക്സിൽ തന്നെ നമ്മൾ എന്താണ് TDS അടയ്ക്കാണ്ട്, അതേമാതിരി തന്നെ നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കാണ്ട്. സോ അതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഇഫ് നോട്ട്, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇൻഡിക്കേറ്റ് അരിയേഴ്സ് എക്സീഡിങ് 6 months. അപ്പോൾ 6 മാസമായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് എന്ത് ചെയ്യണം? ആ ഡ്യൂസ് നമ്മൾ കാരോൾ റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ടതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ പ്രകാരം GST, PF, ESI, ഇൻകം ടാക്സ് ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അടയ്ക്കുന്നുണ്ടോ? ഇനി അടയ്ക്കുന്നില്ലെങ്കിൽ 6 മാസത്തിനെക്കാട്ടും മുകളിൽ അടയ്ക്കാണ്ട് കിടക്കുന്ന അരിയേഴ്സ് ആയി കിടക്കുന്ന ഡ്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാരോൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി ഡിസ്പ്യൂട്ടഡ് ഡ്യൂസ്. ചില ഡ്യൂസ് എന്താണ്? ചില ഇപ്പോൾ GST നമ്മൾ ഫയൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു ആനുവൽ റിട്ടേൺ നമ്മൾ അടച്ചു. GST ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചിട്ട് അവരെന്ത് പറയും? നമ്മൾ ഇത്രയും തിരിച്ച് ഒന്നും കൂടി നമ്മൾ ഇത്രയും കൂടുതൽ പൈസയും കൂടി അടയ്ക്കാണെന്ന് പറയും. പക്ഷേ നമ്മളെ കമ്പ്യൂട്ടേഷൻ പ്രകാരം നമ്മൾ അത്രയും അടയ്ക്കാണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താണ് പിന്നെയും അവർക്ക് അതിന് റിപ്ലൈ കൊടുക്കും, തിരിച്ച് പിന്നെയും അവർ ചിലപ്പം അത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരിച്ചടിക്കും. സോ അങ്ങനെ ഡിസ്പ്യൂട്ടായിട്ട് കിടക്കുന്ന ഡ്യൂസ് ഉണ്ടോ? അപ്പോൾ അതിൻ്റെ എമൗണ്ടും ഫോറം ഫോർ ഡിസ്പ്യൂട്ട് ഓവർ അൺപെയ്ഡ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എത്ര എമൗണ്ടാണ് ഈ ഡിസ്പ്യൂട്ടായിട്ട് കിടക്കുന്നതെന്നും ഏത് ഫോറത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ഡിസ്പ്യൂട്ട് കിടക്കുന്നത് എന്നുള്ള കാര്യം കൂടി, എന്നുവെച്ചാൽ GST ഡിപ്പാർട്ട്മെൻ്റ് ആണോ ഇൻകം ടാക്സ് ആണോ, അങ്ങനെ ഏത് ഫോറത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ഡിസ്പ്യൂട്ട് കിടക്കുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? നമ്മൾ കാരോല് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിനെ കുറിച്ച് പറയുന്ന കാര്യം. ദെൻ ടാക്സ് അസസ്മെൻ്റ് ആണ് എട്ടാമത്തെ ക്ലോസ് ആയിട്ട് വരുന്നത്. വെദർ അൺറെക്കോർഡഡ് ഇൻകം സറണ്ടേർഡ് ഓർ ഡിസ്ക്ലോസ്ഡ് ഡ്യൂറിങ് ദ ടാക്സ് അസസ്മെൻറ്റ് ഹാസ് ബീൻ പ്രോപ്പർലി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത ഇൻകം ഒന്നുകിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഡ്യൂറിങ് ദ ടാക്സ് അസസ്മെൻറ്റ്. നമ്മൾ ഈ ഒരു ടാക്സ് അസസ്മെൻറ്റ് സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാതിരുന്നൊരു ഇൻകം എന്താണ് എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഈ ഇയർ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്, നമ്മളത് സറണ്ടർ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു സാധനം എന്താണ് പ്രോപ്പർലി ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ സറണ്ടർ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പോകണം, അത് സമ്മതിച്ചു, പക്ഷേ ബുക്സിൽ അത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ് വെരിഫൈ ചെയ്യണം. സോ ടാക്സ് അസസ്മെൻറ്റ് ബേസിൽ ഓഡിറ്റർ ഇത് മാത്രം നോക്കിയാൽ മതി. ഇങ്ങനത്തെ എന്തെങ്കിലും സറണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാനോ കിടക്കുന്ന ഒരു അൺറെക്കോർഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് ബുക്സിൽ പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത് 9ാമത്തെ എന്താണ് ക്ലോസ് ആണ് ലോൺ ഡിഫോൾട്ട്സ്. അപ്പോൾ ലോണിൽ ഡിഫോൾട്ട് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ലോൺ തിരിച്ചടയ്ക്കേണ്ട നിൽക്കലല്ല, നമ്മൾ വാങ്ങിയ ലോണ്, കമ്പനി വാങ്ങിയിട്ടുള്ള ലോണ് തിരിച്ചടയ്ക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് കാരോല്. ഏത് ക്ലോസിൽ? 9ാമത്തെ ക്ലോസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണെന്ത്? നമ്മൾ വാങ്ങിയുള്ള ലോണിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണെന്ത്? ഡിഫോൾട്ട്. റിപ്പോർട്ട് ഡിഫോൾട്ട്സ് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഓർ ബോറോയിങ്സ് ഓർ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡിങ് എമൗണ്ട്, പീരീഡ് ആൻഡ് ഡീറ്റെയിൽസ്. അപ്പോൾ എന്താണ് നമ്മൾ ആ ഡിഫോൾട്ടിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു ലോണിലോ ബോറോയിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻറ്റിലോ എന്തെങ്കിലും ഡിഫോൾട്ട് വന്നിട്ടുണ്ടോ, അതിലെന്തൊക്കെ വേണം? ആ ഒരു എമൗണ്ട്, ഡിഫോൾട്ട് ആയിട്ടുള്ള എമൗണ്ട്, ഏത് പീരീഡിനാണ് ആ ഡിഫോൾട്ട് വന്നിട്ടുള്ളത്, അതേമാതിരി തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ദെൻ വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ആ പൈസ നമുക്ക് ലോൺ എടുത്തു, ആ ലോൺ തിരിച്ചടക്കാനുള്ള കഴിവ് നമുക്കുണ്ട്, പക്ഷേ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് റീപേ ചെയ്യുന്നില്ല, നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ആ ഒരു റീപേയ്മെൻറ്റ് നടത്തുന്നില്ല. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? നമ്മൾ അതായത് കടം വാങ്ങിയ ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യാം? ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ എന്താണ് ഒരു ബാങ്കിൽ നിന്ന് കടം വാങ്ങാണ്ടിരിക്കാനോ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് ലീഗൽ പ്രൊസീഡിങ്സിന് പോകാനോ അത് ഹെൽപ്പ് ചെയ്യും അവരെ. സോ വെദർ ദ കമ്പനി ഈസ് ഡിക്ലെയർഡ് എ വിൽഫുൾ ഡിഫോൾട്ടർ ബൈ എനി ലെൻഡർ. അപ്പോൾ നമുക്ക് പൈസ തന്ന ഏതെങ്കിലും ഒരാൾ നമ്മളെന്താണ് ഒരു വിൽഫുൾ ഡിഫോൾട്ടറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? അത് സീരിയസ് കേസാണ്, അതെന്താണ് കാരോല് റിപ്പോർട്ടും ചെയ്യണം. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ലോൺ വെദർ ടേം ലോൺസ് were used for intended purpose if not disclose diverted amounts. അപ്പോൾ എന്താണ്? നമ്മൾ ടേം ലോൺ എടുത്തു, അത് നമ്മളൊരു പർപ്പസിന് വേണ്ടി എടുത്തിട്ടുണ്ടാവുക, ആ പർപ്പസിന് വേണ്ടി തന്നെയാണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കണം. ഇനി അങ്ങനെയല്ല, ഇഫ് നോട്ട്, അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം?
ആ ഡൈവേർട്ടായി പോയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് ഒരു ബാങ്കിൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, ആ ലോൺ നമ്മൾ മറ്റ് കുറച്ചൊരു വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തു. സോ ആ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാരോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ദെൻ ഫണ്ട് യൂട്ടിലൈസേഷൻ, വെദർ ഷോർട്ട് ടേം ഫണ്ട്സ് വെർ യൂസ്ഡ് ഫോർ ലോങ് ടേം പർപ്പസ്. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം ഫണ്ടാണ് നമ്മൾ ലോൺ എടുത്തത്, അത് നമ്മളൊരു ലോങ് ടേം പർപ്പസ്. നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ലോൺ എടുത്തിട്ട് നമ്മൾ എന്താണ്, അതൊരു ക്യാപിറ്റൽ, ഒരു ഫിക്സ്ഡ് അസറ്റ്, ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ യൂസ് ചെയ്തു. സോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഒരു ഷോർട്ട് ടേമിന് വേണ്ടിയുള്ള ലോണ് ഒരു ലോങ് ടേം പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഡിസ്ക്ലോസ് ചെയ്യണം. ആര്? ഓഡിറ്റർ. എവിടെ? കാരോയിൽ. ഓക്കെ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഡിഫോൾട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്ത്? എമൗണ്ട്, പീരീഡ് ആൻഡ് ഡീറ്റെയിൽസ്. രണ്ടാമത് നമ്മൾ ഏതെങ്കിലും വിൽഫുൾ ഡിഫോൾട്ടറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മളെന്താണ്, കാരോയിൽ റിപ്പോർട്ട് ചെയ്യണം. മൂന്നാമത്തെ എന്തായിരുന്നു, നമ്മൾ എടുത്ത ലോൺ എന്താണ്, ആ ഇൻറ്റൻറ്റ് ചെയ്ത പർപ്പസിന് വേണ്ടി തന്നെയാണോ യൂസ് ചെയ്തതെന്ന് നോക്കണം, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. നാലാമത്തെ വെച്ചാൽ നമ്മൾ ഷോർട്ട് ടേമിന് എടുത്ത ലോൺ എന്താണ്, ലോങ് ടേമിനാണോ യൂസ് ചെയ്തത് എന്നുള്ള കാര്യം നോക്കണം. അങ്ങനെയാണെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യണം. ദെൻ സബ്സിഡറീസ് ഒബ്ലിഗേഷൻ, വെദർ ഫണ്ട്സ് വെർ ബോറോഡ് ഫോർ സബ്സിഡറീസ് ഓർ അസോസിയേറ്റ്. അപ്പോൾ നമ്മളുടെ സബ്സിഡറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അസോസിയേറ്റിന് വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതും ഡിസ്ക്ലോസ് ചെയ്യണം. എവിടെ? കാരോയിൽ. ഓക്കെ. ദെൻ അടുത്തത് ആറാമത്തേന്ന് വെച്ചാൽ പ്ലഡ്ജ് ഓഫ് സെക്യൂരിറ്റി, വെദർ ലോൺസ് വെർ റേസ്ഡ് ബൈ പ്ലഡ്ജിങ് സബ്സിഡറീസ് ഓർ അസോസിയേറ്റ് സെക്യൂരിറ്റി. അപ്പോൾ സബ്സിഡറിൻ്റെയോ അല്ലെങ്കിൽ അസോസിയേറ്റ്സിൻ്റെയോ സെക്യൂരിറ്റീസ് നമ്മൾ എന്താണ് പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടോ, അതേമാതിരി തന്നെ അതിൻ്റെ റീപേയ്മെൻറ്റ് നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഇത് എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ റീപേയ്മെൻറ്റ് ഡിഫോൾട്ട് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് എന്ത് വേണ്ടത്, നമ്മളൊരു ലോണിൻ്റെ റീപേയ്മെൻറ്റിൽ പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എവിടെ? കാരോയിൽ. ഇത് എവിടെയാണ് വരുന്നത്? ക്ലോസ് 9 വരുന്നത്. ഓക്കെ. ദെൻ ഫണ്ട് റേസ്ഡ്, നമ്മളൊക്കെയാണ് നമ്മൾ ഒന്നുകിൽ ഷെയർ, ഒരു കമ്പനി ആണെങ്കിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടോ ഒക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഒരു ഫണ്ടുകൾ നമ്മൾ റേസ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ നമ്മൾ റേസ് ചെയ്യുക. സോ അതിനെക്കുറിച്ചിട്ട് നമ്മൾ എന്താണ് കാരോയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതാണ് 10ാമത്തെ ക്ലോസ്. നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നത്, അതാണ് 10ാമത്തെ ക്ലോസ് ആയിട്ട് വരുന്നത്. 9ാമത്തെ എന്തായിരുന്നു, നമ്മളൊരു പൈസ വാങ്ങി അതിൻ്റെ റീപേയ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്നതായിരുന്നു 9ാമത്തെ ക്ലോസ്. സോ 10ാമത്തെ ക്ലോസ് എന്ന് വെച്ചാൽ ഫണ്ട് റേസർ. സോ പബ്ലിക് ഓഫർ, വെദർ ഫണ്ട്സ് ഫ്രം പബ്ലിക് ഓർ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വർ യൂസ്ഡ് ഫോർ ഇൻറ്റൻറ്റഡ് പർപ്പസ്, റിപ്പോർട്ട് ഡിഫോൾട്ട്സ് ആൻഡ് കറക്ഷൻ. അപ്പോൾ നമ്മൾ എന്താണ്, പബ്ലിക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്നോ ഒരു പബ്ലിക് ഓഫർ നടത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റോ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താണ്, നമ്മളൊരു എമൗണ്ട് വാങ്ങി, ആ ഒരു എമൗണ്ട് എന്താണ് ഇന്ന പർപ്പസിന് വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതേ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ, ഇൻറ്റൻറ്റഡ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ലോൺ നേരത്തെ പറഞ്ഞാൽ തന്നെ ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഡിബഞ്ചറോ ഷെയറോ ഇഷ്യൂ ചെയ്തിട്ടാണ് പറഞ്ഞത്. നേരത്തെ ലോണിൻ്റെ കേസായിരുന്നു പറഞ്ഞത്, ഇവിടെ ഡിബഞ്ചർ അല്ലെങ്കിൽ ഷെയർ ആണ്. സോ നമ്മളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻറ്റൻറ്റഡ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താണ്, ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാരോയിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ. റിപ്പോർട്ട് ഡിഫോൾട്ട്സ് ആൻഡ് കറക്ഷൻ, ആ ഒരു ഡിഫോൾട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതേമാതിരി തന്നെ കറക്ഷൻസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദെൻ അലോട്ട്മെൻറ്റ് കംപ്ലയൻസ്, വെദർ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ്സ് ഓർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്സ് കംപ്ലൈ വിത്ത് സെക്ഷൻ 42 and 62 ഓഫ് ദ കമ്പനീസ് ആക്ട് ആൻഡ് വെദർ ഫണ്ട്സ് റേസ്ഡ് വെർ യൂസ്ഡ് അപ്രോപ്രിയറ്റ്ലി. അപ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഒരു ഷെയർ പബ്ലിക് ഓഫറും അതേമാതിരി തന്നെ ഡിബഞ്ചറായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്, അത് ഇൻറ്റൻറ്റഡ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. രണ്ടാമത് എന്താണ് പറഞ്ഞത്, ഒരു പ്രിഫറൻഷ്യൽ ഷെയർസോ അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റോ സെക്ഷൻ 42 അതേമാതിരി തന്നെ സെക്ഷൻ 62. സെക്ഷൻ 42 എന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ടും സെക്ഷൻ 62 എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്, ഇത് രണ്ടുമാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊവിഷൻസ് എന്താണ്, നമ്മൾ ഈ ഒരു ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റും അതേമാതിരി തന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും ചെയ്യുമ്പോൾ ഈ രണ്ട് പ്രൊവിഷൻസും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ആൻഡ് വെദർ ഫണ്ട്സ് റേസ്ഡ് വെർ യൂസ്ഡ് അപ്രോപ്രിയറ്റ്ലി, അപ്പോൾ നമ്മൾ റേസ് ചെയ്ത ഫണ്ട്, നമ്മൾ സ്വരുക്കൂട്ടി വെച്ച ഫണ്ട് എന്താണ് അപ്രോപ്രിയറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, ആ കമ്പനി യൂസ് ചെയ്യുന്നുണ്ടോ കാര്യം കൂടി ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പോൾ
ഇതാണ് നമ്മൾ എന്താണ് ഫണ്ട് റേസിനെ കുറിച്ച് 10ാമത്തെ ക്ലോസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ കാരോല്. ദെൻ ഫ്രോഡ് 11 എന്താണ് ഫ്രോഡ്. സോ ഫ്രോഡ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫ്രോഡ് ഇൻസ്റ്റൻസ് ഡിസ്ക്ലോസ് എനി ഫ്രോഡ് ബൈ ഓർ ഓൺ ദ കമ്പനി ഇൻക്ലൂഡിങ് ദ എമൗണ്ട് ഇൻവോൾവ്. അപ്പോൾ എന്താണ് ഒരു കമ്പനി ഒരു ഫ്രോഡ് നടത്തി, നമ്മളെ കമ്പനി ഒരു ഫ്രോഡ് നടത്തി, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനിയിൽ ഒരു ഫ്രോഡ് നടന്ന് കമ്പനീൻ്റെ എംപ്ലോയി കമ്പനീനെ വെട്ടിച്ച്, അല്ലെങ്കിൽ എന്താണ് കമ്പനി പബ്ലിക്കിനെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിന് എന്താണ് തട്ടിപ്പ് നടത്തി, കസ്റ്റമേഴ്സിനെ കമ്പനി പറ്റിച്ച്, അല്ലെങ്കിൽ എംപ്ലോയി കമ്പനീനെ പറ്റിച്ച്, ഇങ്ങനത്തെ എന്തെങ്കിലും കേസ് നടത്തിയിട്ടുണ്ടോ? ഡിസ്ക്ലോസ് എനി ഫ്രോഡ് ബൈ ഓർ ഓൺ കമ്പനി നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ കമ്പനിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം. എവിടെ കാരോല് ക്ലോസ് 11 ഇൻക്ലൂഡിങ് ദ എമൗണ്ട് ഇൻവോൾവ്. എത്ര എമൗണ്ടാണ് ഈ ഫ്രോഡിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഡിസ്ക്ലോസ് ചെയ്തിട്ട്. ദെൻ ADT4 റിപ്പോർട്ട്. ADT4 നമുക്ക് എന്താണെന്നറിയാം. നമ്മൾ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിന് 1 കോടിക്ക് മുകളിൽ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 12 പ്രകാരം 143 സെക്ഷൻ 12 പ്രകാരം എന്താണ് 1 കോടിക്ക് മുകളിൽ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ സെൻട്രൽ ഗവൺമെൻറ്റിനെ അത് റിപ്പോർട്ട് ചെയ്യണം. സെൻട്രൽ ഗവൺമെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ADT4 റിപ്പോർട്ടിലാണ്, ആ ഫോർമാറ്റിലാണ് റിപ്പോർട്ട് ചെയ്യുക. സോ വെദർ ഓഡിറ്റർ ഫയൽഡ് ഫോം ADT4 വിത്ത് ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 12. ഓക്കെ, ഈ ഒരു കേസ് നമ്മൾ എന്താണ് ഡ്യൂട്ടീസിൽ നോക്കിയപ്പോൾ നമ്മൾ പ്രീവിയസ് പാർട്ട് നമ്മൾ നോക്കിയപ്പോൾ പറഞ്ഞതായിരുന്നു ഈ ഒരു കേസ്. ഞാൻ അതുകൊണ്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കോടിക്ക് മുകളിലാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യണം. അതിന് മുമ്പ് കുറച്ച് പ്രൊസീജിയേഴ്സും കൂടി ഉണ്ട്. അത് നമ്മൾ മുമ്പത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയിൽ നമ്മൾ പറഞ്ഞ കേസാണത്. ദെൻ വിസിൽ ബ്ലോവേഴ്സ് കംപ്ലയൻസ് വെദർ ദ ഓഡിറ്റർ കൺസിഡർ ദ കംപ്ലയൻസ് റിസീവ്ഡ്. അപ്പോൾ എന്താണ് ചില ആൾക്കാർ പറയും കമ്പനി നടത്തിയിട്ടുണ്ട് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറയും. സോ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ഓഡിറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ കംപ്ലയൻസ് കിട്ടിയ എന്താണ് ഓഡിറ്റർ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ്. ഒന്ന് വെച്ചാൽ എന്താണ് ഫ്രോഡ്, കമ്പനി ചെയ്ത ഫ്രോഡോ അല്ലെങ്കിൽ കമ്പനിയിൽ നടന്ന ഫ്രോഡോ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യണം. രണ്ടാമത് വെച്ചാൽ എന്തെങ്കിലും 1 കോടിക്ക് മുകളിലുണ്ടെങ്കിൽ ADT4 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ വിസിൽ ബ്ലോവേഴ്സിൻ്റെ കംപ്ലയൻസ് അതെന്താണ് അതും കൂടി നമ്മൾ റിപ്പോർട്ടിൽ കാരോ റിപ്പോർട്ടിൽ കാണിക്കേണ്ടതാണ് ക്ലോസ് 11. ഓക്കെ, ദെൻ നിധി കമ്പനി കംപ്ലയൻസ് വിത്ത് നെറ്റ് ഓൺഡ് ഫണ്ട് റേഷ്യോ, unencumbered term deposits and defaults in deposit payment or interest. ഈ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ നിധി കമ്പനിയിൽ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം. സോ കംപ്ലയൻസ് വിത്ത് നെറ്റ് ഓൺഡ് ഫണ്ട് റേഷ്യോ, ഈ ഒരു റേഷ്യോ കംപ്ലൈ ചെയ്യുന്നുണ്ടോ? അൺഎൻകംബേർഡ് ടേം ഡെപ്പോസിറ്റ്സിനെ കുറിച്ചിട്ട്. പിന്നെന്താണ് ഡിഫോൾട്ട്സ് ഇൻ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിഫോൾട്ട് ഉണ്ടോ, ലൈക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഡെപ്പോസിറ്റിൻ്റെ പേയ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് വന്നിട്ടുണ്ടോ? ഈ 3 കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ കാരോല് 12ാമത്തെ ക്ലോസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. സോ നിധി കമ്പനിയായിട്ടുള്ള ട്രാൻസാക്ഷനിൽ. ഓക്കെ, ദെൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതാണ് 13ാമത്തെ ക്ലോസിൽ വരുന്നത്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് compliance with section 177 and 188 of the Companies Act and disclosures in the financial statements. ഇതിൽ സെക്ഷൻ 177 എന്ന് വെച്ചാൽ ഓഡിറ്റ് കമ്മിറ്റീനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ്. 188 എന്ന് വെച്ചാൽ റിലേറ്റഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് 188. അപ്പോൾ 188 എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞു റിലേറ്റഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. സോ അതിലെന്താണ് റിലേറ്റഡ് പാർട്ടിൻ്റെ ഡെഫിനേഷനും അതേമാതിരി തന്നെ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടത്താൻ പറ്റുക അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞ സെക്ഷനാണ് 188. 177 എന്ന് വെച്ചാൽ ഓഡിറ്റ് കമ്മിറ്റിയും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനും. അത് എന്തിനാണ് ഇവിടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയാണ് അതൊക്കെ അപ്രൂവ് ചെയ്ത് വിടേണ്ടത്. സോ അങ്ങനത്തെ കുറേ കേസുകൾ എന്താണ് സെക്ഷൻ 177 ആണ് പറഞ്ഞത്. ലൈക്ക് അപ്രൂവിങ് ദ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആൻഡ് റിവ്യൂയിങ്, ഈ കാര്യങ്ങളൊക്കെ 77 ആണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളും 177 പറഞ്ഞ കാര്യങ്ങളും അതേമാതിരി തന്നെ 188 പറഞ്ഞ കാര്യങ്ങളും എന്താണ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം.
അതേമാതിരി തന്നെ അതിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഓഡിറ്റർ എന്താണ് കാരോ 2020 ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ 177ഉം 188ഉം കംപ്ലൈ ചെയ്യുന്നുണ്ടോ, അതെന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നും ഓഡിറ്റർ കാരോയിൽ പറയേണ്ടതാണ്. ഓക്കെ, ദെൻ ഇൻറ്റേർണൽ ഓഡിറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സിസ്റ്റം വെദർ ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം ഈസ് കോമ്പൻസേറ്റഡ് വെദർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഈസ് കോമൻസറേറ്റ് വിത്ത് ദ ബിസിനസ് സൈസ് ആൻഡ് നേച്ചർ. അപ്പോൾ നമ്മുടെ ബിസിനസ്, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സൈസിനും അതിൻ്റെ നേച്ചറിനും അനുസരിച്ചിട്ടുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമാണോ ഉള്ളത് എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒരു തട്ടുകട നടത്തുകയാണ്, അവിടെ ഭയങ്കര CCTV ക്യാമറയും ഭയങ്കര ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ബിസിനസ്സിൻ്റെ സൈസിനും അതേമാതിരി തന്നെ നേച്ചറിനും അനുസരിച്ചുള്ള എന്ത് വേണം, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമാണ് വേണ്ടത്. അതേമാതിരി തന്നെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി, ഭയങ്കര പ്രൊഡക്ഷനും പ്രോസസ്സൊക്കെ നടക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ അവർക്ക് ഹ്യൂജ് എമൗണ്ടിൽ ഉള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വേണം അവിടെ, എല്ലാം മോണിറ്റർ ചെയ്യാനും എല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ അതിനനുസരിച്ച് ഒരു ബിസിനസ്സിൻ്റെ സൈസിനും നേച്ചറിനും അനുസരിച്ചിട്ടുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അതെന്ത് വേണം, അത് റിപ്പോർട്ട് ചെയ്യണം. ദെൻ ഓഡിറ്റ് റിപ്പോർട്ട് വെദർ ദ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വെർ കൺസിഡേർഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും കൂടി മെൻഷൻ ചെയ്യണം. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണ് എന്ത് കൊടുക്കുക, കാരോ കൊടുക്കുക. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്താണ്, അവർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, കാരോയിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രകാരം മെൻഷൻ ചെയ്യാനുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഓഡിറ്റ് സിസ്റ്റം എന്താണ്, ബിസിനസ്സിൻ്റെ സൈസും നേച്ചറും മാറിയാണ് ഉള്ളത്. രണ്ടാമത്തെ വെച്ചാൽ ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ടോ വൈൽ ഡൂയിങ് ദ ഓഡിറ്റ്. സോ അതാണെന്ത് ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രകാരം ചെയ്യേണ്ടത്. അത് ക്ലോസ് 14 വരുന്നത്. ഓക്കെ, ദെൻ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്. കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 192 ഫോർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ വിത്ത് ഡയറക്ടേഴ്സ് ഓർ റിലേറ്റഡ് പാർട്ടി. അപ്പോൾ എന്താണ് സെക്ഷൻ 192 കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ആരൊക്കെ തമ്മിലാണ് ഒരു നടത്തുമ്പോഴാണ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടീസായിട്ടോ ഒരു നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അവിടെ സെക്ഷൻ 192 കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ഉണ്ടെങ്കിൽ എന്താണ് അത് മെൻഷൻ ചെയ്യണം, ഇതിൽ കാരോയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മെൻഷൻ ചെയ്യണം. ദെൻ RBI രജിസ്ട്രേഷൻ ആൻഡ് കംപ്ലയൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് RBI രജിസ്ട്രേഷൻ ആൻഡ് കംപ്ലയൻസ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്ത കമ്പനി എന്താണ്, അവരൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, വെദർ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 45 IA ഓഫ് RBI ആക്ട്. അപ്പോൾ RBI ആക്ട് 45 IA പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കണം. ദെൻ കണ്ടക്ടിങ് നോൺ ബാങ്കിങ് ഓർ ഹൗസിംഗ് ഫിനാൻസ് ആക്ടിവിറ്റീസ് വിത്തൗട്ട് രജിസ്ട്രേഷൻ. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഇല്ലാതെ ഈ ഒരു ആക്ടിവിറ്റി നോൺ ബാങ്കിങ് അല്ലെങ്കിൽ ഹൗസിംഗ് ഫിനാൻസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു 45 IA രജിസ്ട്രേഷൻ ഇല്ലാതെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ആൻഡ് നമ്പർ ഓഫ് CIS ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. എന്തിൻ്റെ ബേസിൽ, RBI രജിസ്ട്രേഷൻ ആൻഡ് കംപ്ലയൻസിൻ്റെ ബേസിൽ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ സെക്ഷൻ 45 IA രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കണം, ഇഫ് യു ആർ കണ്ടക്ടിങ് എ നോൺ ബാങ്കിങ് ഓർ ഹൗസിംഗ് ഫിനാൻസ് ആക്ടിവിറ്റി. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോൺ ബാങ്കിങ്ങും അതേപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് ആക്ടിവിറ്റീസും നമ്മൾ എന്താണ് ഈ ഒരു രജിസ്ട്രേഷൻ ഇല്ലാതെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി കംപ്ലയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതേമാതിരി തന്നെ നമ്പർ ഓഫ് CIS ഇൻ ദ ഗ്രൂപ്പ്, ഈ കാര്യം നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ദെൻ ക്യാഷ് ലോസസ്. അടുത്തെന്ന് വെച്ചാൽ ക്യാഷ് ലോസിനെ കുറിച്ചിട്ടാണ്. ഡിസ്ക്ലോസ് ഓഫ് ക്യാഷ് ലോസസ് ഇൻ ദ കറൻറ്റ് ഓർ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എന്താണ് ക്യാഷ് ലോസസ് നമ്മളുടെ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലും അതേമാതിരി തന്നെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ആ കാര്യം എന്താണ് കാരോ 2020 ക്ലോസ് 17 എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, ദെൻ ഓഡിറ്റർ റെസിഗ്നേഷൻ.
ഇതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ റിസൈൻ ചെയ്തൊരു ഓഡിറ്റർ ഉണ്ടോ, നമ്മൾ മുന്നേ ഉള്ള ഒരു ഓഡിറ്റർ, നമ്മളാണ് ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നത്, അതിന് മുന്നേ ഒരു ഓഡിറ്റർ ഉണ്ടായിരുന്നു, അയാൾ റിസൈൻ ചെയ്തിട്ടുണ്ട്, റിസൈൻ ചെയ്ത് പോയതാണ്, അല്ലാതെ അയാളുടെ ടേം കഴിഞ്ഞിട്ട് പോയതല്ല, റിസൈൻ ചെയ്ത് പോയതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, ആ റിസൈൻ ചെയ്ത ഓഡിറ്ററുടെ അയാൾ പറഞ്ഞ ചില ഇഷ്യൂസ് ഉണ്ട്, അയാൾ റേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഓഡിറ്റർ എന്താണ് കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കാരോയിൽ കൊടുക്കണം. ഓക്കെ, അതാണ് എന്ത് വരുന്നത് 18ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്, 18ാമത്തെ ക്ലോസ് ആയിട്ട് വരുന്നത്. സോ വെദർ ഇഷ്യൂസ് റേസ്ഡ് ബൈ റിസൈനിങ് ഓഡിറ്റേഴ്സ്, റിസൈൻ ചെയ്ത് പോയ ഓഡിറ്റർ റേസ് ചെയ്ത ഇഷ്യൂസ് നമ്മൾ ഇപ്പോഴത്തെ ഓഡിറ്റർ കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കാരോയിൽ കൊടുക്കേണ്ടതാണ്. എത്രാമത്തെ ക്ലോസിൽ? 18ാമത്തെ ക്ലോസിൽ. ഓക്കെ, ദെൻ മെറ്റീരിയൽ അൺസർട്ടനിറ്റി. സോ മെറ്റീരിയൽ അൺസർട്ടനിറ്റിയിൽ 2 കാര്യങ്ങളാണ് ഒട്ട് നോക്കാനുള്ളത്. 2 മെറ്റീരിയൽ അൺസർട്ടനിറ്റി എന്താണെന്ന് വെച്ചാൽ, ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി, കമ്പനീൻ്റെ എബിലിറ്റി, അതിലെന്തെങ്കിലും മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ഒട്ട് നോക്കണം. 2 കേസിലും എന്താ പറഞ്ഞത്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ദ ലയബിലിറ്റി. ഇതാണ് 2 കേസിലും പറഞ്ഞത്, ഒരു വ്യത്യാസമില്ല. പക്ഷേ വേറെ ഒരു വ്യത്യാസമുള്ള സാധനം എന്താ വെച്ചാൽ, ഒന്ന് പറഞ്ഞത് ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ റേഷ്യോ, അസറ്റ് റിയലൈസേഷൻ, ലയബിലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ. അതിനോട് ഇവിടെയും പറഞ്ഞത് ഫിനാൻഷ്യൽ റേഷ്യോ, അസറ്റ് റിയലൈസേഷൻ, ലയബിലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ. എല്ലാം സെയിം ആണ്, ഈ 2 പോയിന്റിലും എല്ലാം സെയിം ആണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഇതിൽ ജസ്റ്റ് എന്തേ പറയുന്നുള്ളൂ, നമ്മൾ ഫസ്റ്റ് റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പറയണം. ഇതിൻ്റെ ബേസിൽ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കമ്പനിക്ക് എന്തെങ്കിലും മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ടോ റിഗാർഡിങ് മീറ്റിംഗ് അവർ കമ്പനീസ് ലയബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. എന്തിൻ്റെ ബേസിലൊക്കെ? ഫിനാൻഷ്യൽ റേഷ്യോൻ്റെ ബേസിൽ, അസറ്റ് റിയലൈസേഷൻ്റെ ബേസിൽ, ലയബിലിറ്റീസിൻ്റെ ബേസിൽ, അതേമാതിരി തന്നെ മാനേജ്മെൻറ്റ് പ്ലാൻ്റെ ബേസിൽ നമ്മൾ പറയണം. ഈ 4 കാര്യത്തിൻ്റെ ബേസിൽ നമ്മൾ എന്തെങ്കിലും പറയണം, ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ കമ്പനിക്ക് എന്തെങ്കിലും മെറ്റീരിയൽ അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. 2ാമത്തേലേക്ക് വരുമ്പോൾ എല്ലാം സെയിം. എന്താണ്? മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ടോ എന്തിന്? കമ്പനീൻ്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ. പക്ഷേ ഈ ലയബിലിറ്റി മാത്രം എന്താണ്? ലയബിലിറ്റി ആസ് ദേ ഫോൾ ഡ്യൂ വിത്തിൻ 1 ഇയർ ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അപ്പോൾ നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് 1 ഇയറിനുള്ളിൽ ഡ്യൂ ആകാൻ പോകുന്ന ലയബിലിറ്റീസാണ് 2ാമത്തെ പോയിന്റിൽ പറയുന്നത്. മറ്റേത് ജനറലായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ സ്പെസിഫിക് ആവുന്നുണ്ട് കുറച്ചും കൂടി. എന്തിന്? ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പീരീഡിനുള്ളിൽ, ഒരു 1 ഇയറിനുള്ളിൽ എന്താണ് ഡ്യൂ ആകാൻ പോകുന്ന ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ, എന്ന് വെച്ചാൽ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ കമ്പനീസിന് എന്തെങ്കിലും മെറ്റീരിയൽ അൺസർട്ടനിറ്റീസ് ഉണ്ടോ. ഈ കാര്യം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ബേസ്ഡ് ഓൺ ദ ഫിനാൻഷ്യൽ റേഷ്യോ, അസറ്റ് റിയലൈസേഷൻ, ലയബിലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ. ഫസ്റ്റ് നമ്മൾ ടോട്ടലായിട്ട് പറയും, 2ാമത് നമ്മൾ കറണ്ട് ലയബിലിറ്റീൻ്റെ ബേസിൽ നമ്മൾ പറയും. സോ ഈ ഒരു മെറ്റീരിയൽ അൺസർട്ടനിറ്റിയാണ് നമ്മൾ ക്ലോസ് 19 നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് കാരോയിൽ. ഓക്കെ, ദെൻ ക്ലോസ് 20 ആണ് CSR കംപ്ലയൻസ്. അപ്പോൾ CSR കംപ്ലയൻസ് എന്തൊക്കെയാണ് നടത്തേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് CSR. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫണ്ട് നമുക്കുണ്ട്. സോ അതിൻ്റെ ഫണ്ട് എന്താണ്? നമ്മൾ ഷെഡ്യൂൾ 7 കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 7 മെൻഷൻ ചെയ്യുന്ന CSR ഐറ്റത്തിനുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു നോൺ ഓൺഗോയിങ് പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞു, അതിപ്പോൾ ഓൺഗോയിങ് അല്ല, അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് എന്താണ്, ഒരു അൺസ്പെൻഡ് എമൗണ്ട് വന്നു, ഇനി സ്പെൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. നമുക്കൊരു എമൗണ്ട് ഉണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റ് മീറ്റ് ചെയ്യാൻ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രൊജക്റ്റ് കഴിഞ്ഞു പോയി, ആ എമൗണ്ട് ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഈ ഒരു കേസിൽ വെദർ ദ കമ്പനി, ഈ ഒരു കേസിൽ ആ ഒരു അൺസ്പെൻഡ് എമൗണ്ട് എന്ന് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, വെദർ ദ കമ്പനി ട്രാൻസ്ഫേർഡ് ദ അൺസ്പെൻഡ് എമൗണ്ട്, ഈ ഒരു അൺസ്പെൻഡ് എമൗണ്ട് കമ്പനി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഏതിലേക്ക്? ടു ഷെഡ്യൂൾ 7 ഫണ്ട്. ആ ഷെഡ്യൂൾ 7 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു CSR ആക്ടിവിറ്റിയിലേക്കുള്ള ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ നോക്കണം. വിത്തിൻ 6 months ഓഫ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആസ് പെർ സെക്ഷൻ 135 സബ്സെക്ഷൻ 5 ഓഫ് ദ കമ്പനീസ് ആക്ട്. ഓക്കെ, സെക്ഷൻ 135 സബ്സെക്ഷൻ 5 ആണ് എന്ത് പറഞ്ഞത്, ഈ ഒരു കാര്യം പറഞ്ഞത്. അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടോ നോൺ ഓൺഗോയിങ് പ്രൊജക്റ്റുകൾക്ക്, അതെന്താണ് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ 7 ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ദെൻ ഓൺഗോയിങ് പ്രൊജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രൊജക്റ്റാണ്, അങ്ങനെയാണെങ്കിൽ വെദർ അൺസ്പെൻഡ് എമൗണ്ട് ഫോർ എൻ ഓൺഗോയിങ് പ്രൊജക്ട്സ് വേർ ട്രാൻസ്ഫർ ടു എ സ്പെഷ്യൽ അക്കൗണ്ട്, ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ. ഇതെന്ന് വെച്ചാൽ 3 മാസം കേട്ടോ, 3 മാസമല്ല 30 days ആട്ടോ. ഇവിടെ നമ്മളെന്താണ് 6 months പറഞ്ഞല്ലോ, ഇവിടെ 30 days ആണ് വരുന്നത്. സോ 30 daysനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക്.
ഇൻ കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 135 സബ്സെക്ഷൻ 6 ഓഫ് ദ കമ്പനീസ് ആക്ട്. അപ്പോൾ 135 സെക്ഷൻ 135 സബ്സെക്ഷൻ 6 പ്രകാരം നമ്മളത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്താണ് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, കാരോയിൽ റിപ്പോർട്ടും ചെയ്യണം. ഇൻ ക്ലോസ് 20. സോ ക്ലോസ് 20 എന്ന് പറയുന്നത് CSR കംപ്ലയൻസ് ആണ്. രണ്ട് കാര്യം നോക്കാണ്ട് നോൺ ഓൺഗോയിങ് പ്രൊജക്റ്റിൽ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്, അത് ഷെഡ്യൂൾ 7 ഫണ്ടിലേക്ക് 6 മാസത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ നോക്കണം, അക്കോർഡിംഗ് ടു സെക്ഷൻ 135 സബ്സെക്ഷൻ 5. ഇനി അങ്ങനെയല്ല, ഒരു ഓൺ ഗോയിങ് പ്രൊജക്റ്റാണ്, അതിനെന്തുണ്ട്, ഒരു അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതെന്താണ്, ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ വിത്തിൻ 30 ഡേയ്സ് എന്ന് നോക്കണം, അക്കോർഡിംഗ് ടു സെക്ഷൻ 135 സബ്സെക്ഷൻ 6. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ക്ലോസ് ആണ് കാരോയിൽ പാരഗ്രാഫ് 3 പ്രകാരം ഉള്ള ലാസ്റ്റ് ക്ലോസ് ആണ് ക്വാളിഫിക്കേഷൻ ഇൻ കാരോ റിപ്പോർട്ട്. Whether there are any disqualification or adverse remark in the Caro report of companies included in consolidated financial statements? If yes, provide details of the companies and corresponding paragraph number in Caro report containing the qualifications or adverse remarks. അപ്പോൾ നമ്മളിപ്പോൾ ഈ 21-ാമത്തെയാണ് 20 ക്ലോസ് നമ്മൾ കണ്ടു. ആ 20 ക്ലോസുകളിൽ കുറേ റിമാർക്കുകളും നമ്മൾ കുറേ ക്വാളിഫിക്കേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നമ്മളുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഓഡിറ്റർ നോക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് യെസ്, പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കമ്പനി ആൻഡ് ദ കറസ്പോണ്ടിങ് പാരഗ്രാഫ്. അപ്പോൾ പാരഗ്രാഫ് നമ്പർ ഇൻ കാരോ, അപ്പോൾ കാരോ റിപ്പോർട്ടിലുള്ള കറസ്പോണ്ടിങ് പാരഗ്രാഫ് നമ്പറും അതേമാതിരി തന്നെ ആ ഡിഫോൾട്ടുള്ള കമ്പനീൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇതിൽ കാരോ 21-ാമത്തെ ക്ലോസിൽ റിപ്പോർട്ട് കണ്ടെയ്നിങ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് അഡ്വേഴ്സ് റിമാർക്ക്. അതേമാതിരി തന്നെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ, അതേമാതിരി തന്നെ എന്താണ് അഡ്വേഴ്സ് റിമാർക്കും കൂടി എന്നുള്ള കാര്യം നമ്മൾ 21-ാമത്തെ ക്ലോസിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. സോ കാര്യം മനസ്സിലായല്ലോ, നമ്മൾ 20 ക്ലോസുകളിലും കുറേ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനോ അഡ്വേഴ്സ് ഉണ്ടോ നമ്മൾ നോക്കുക. ആ ക്വാളിഫിക്കേഷനോ അഡ്വേഴ്സോ നമ്മളുടെ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ആണോ, അതിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതിലുണ്ടോ, അതിൽ ഇൻക്ലൂഡ് ആണോ എന്നുള്ളത് നോക്കണം. ആ ഒരു ക്വാളിഫിക്കേഷനുള്ള സാധനം, റിമാർക്ക്, അഡ്വേഴ്സ് എഫക്റ്റുള്ള സാധനം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സാധനം, ആ ഒരു കമ്പനി എന്ന് വെച്ചാൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് കമ്പനീനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സാധനമല്ല. നമ്മൾ സബ്സിഡിയും അസോസിയേഷനൊക്കെ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, കൺസോൾട്ടേറ്റഡ് CFS ഉണ്ടാക്കുക. CFS എന്ന് വെച്ചാൽ സബ്സിഡിന് ഉണ്ടാവും, ഹോൾഡിങ്ങിനുണ്ടാവും. സോ ഹോൾഡിംഗ് ആണ് ഉണ്ടാക്കുക, ഈ ഒരു CFS ഉണ്ടാക്കുക. സോ ആ സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു കമ്പനി, ഏതെങ്കിലും ഒരു സബ്സിഡിൻ്റെ ആയിരിക്കും എന്ത് വരിക, ഈ ഒരു റിമാർക്ക് വരിക. ആ റിമാർക്ക് CFS ഉണ്ട്, CFS ഉണ്ടെങ്കിൽ, ആ റിമാർക്ക് CFS ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് കമ്പനിക്കാണോ ആ ഒരു റിമാർക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എഴുതണം. ഏത് കാരോ റിപ്പോർട്ടിൽ ഏത് പാരഗ്രാഫിലാണ് ആ റിമാർക്ക് വന്നിട്ടുള്ള കാര്യം നമ്മൾ എഴുതണം. അതേമാതിരി തന്നെ എന്താണ് ആ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ആ അഡ്വേഴ്സ് റിമാർക്ക് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാരോൻ്റെ 21-ാമത്തെ ക്ലോസിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. സോ നമ്മൾ നേരത്തെ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരോൻ്റെ 21-ാമത്തെ ക്ലോസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ, ബാക്കിയൊന്നും അപ്ലിക്കബിൾ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ റീസൺ ഫോർ അൺഫേവറബിൾ ഓർ ക്വാളിഫൈഡ് ആൻസർ. അപ്പോൾ നമ്മളിപ്പോൾ 21 ക്ലോസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരോൾ നമ്മൾ പറയുന്നത്, നമ്മൾ കാരോൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാരോൾ റിപ്പോർട്ട് ചെയ്യുന്ന 21 ക്ലോസുകൾ നമ്മൾ മെൻഷൻ ചെയ്തു. അതിൽ നമ്മളെന്താണ് അൺഫേവറബിളോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ അൺഫേവറബിൾ ഓർ ക്വാളിഫൈഡ് ആൻസേഴ്സ്, ഇഫ് ദ ആൻസർ ടു എനി ക്വസ്റ്റ്യൻ ഇൻ പാരഗ്രാഫ് 3 ഈസ് അൺഫേവറബിളോ, പാരഗ്രാഫ് 3-ലാണ് ഇത്രയും ക്ലോസ് വരുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അൺഫേവറബിളോ അല്ലെങ്കിൽ ക്വാളിഫൈഡോ ആണെങ്കിൽ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് മസ്റ്റ് സ്റ്റേറ്റ് ദ ബേസിസ് ഫോർ സച്ച് ആൻസർ. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ്റെയോ അല്ലെങ്കിൽ അൺഫേവറബിൾ ആൻസറിൻ്റെയോ എന്താണ് റീസൺ, എന്ത് ബേസിലാണോ നമ്മളത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. ദ ഓഡിറ്റർ റിപ്പോർട്ട് മസ്റ്റ് സ്റ്റേറ്റ് ദ ബേസിസ് ഫോർ സച്ച് ആൻസർ. ഓക്കെ, ദെൻ ഇൻഎബിലിറ്റി ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ. അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു മാറ്ററിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല, നമുക്കത് തെറ്റാണോ ശരിയാണോ നമുക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഓഡിറ്റർ ഈസ് അണേബിൾ ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ഓൺ എനി സ്പെസിഫിക് മാറ്റർ, എന്തെങ്കിലും സ്പെസിഫിക് മാറ്ററിനെ കുറിച്ചിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അഭിപ്രായം പറയാൻ പറ്റിയില്ല, ദെൻ ദ റിപ്പോർട്ട് മസ്റ്റ് ഇൻഡിക്കേറ്റ് ദിസ് അലോങ് വിത്ത് ദ റീസൺസ് വൈ ഇറ്റ് ഈസ്
നോട്ട് പോസിബിൾ ടു ഗീവ് എൻ ഒപ്പീനിയൻ ഓൺ ദാറ്റ് മാറ്റർ. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു സാധനം ഇൻഡിക്കേറ്റ് ചെയ്യണം, ഈ ഒരു ഒപ്പീനിയൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയണം. അതേമാതിരി തന്നെ എന്താണ് അതിൻ്റെ റീസൺ, എന്തുകൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ള റീസൺ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതാണ് നമ്മളെ ചാപ്റ്റർ 7 നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാ 8 പാർട്ടുകളായിട്ട് നമ്മളെന്താണ് ചാപ്റ്റർ 7 നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ SA 700, പിന്നെ SA 701, 705, അങ്ങനെ നമ്മളെല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ പറഞ്ഞ എല്ലാ ടോപ്പിക്കും. ഇനി ഇത് ആകെ ബാക്കിയുള്ള വെച്ചാൽ കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്, അത് നമുക്ക് എന്തായാലും ക്ലാസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സോ അതല്ലാതെ ബാക്കി എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ചാപ്റ്റർ 7, കംപ്ലീറ്റ് ചാപ്റ്റർ 7. സോ നമുക്ക് അടുത്ത ചാപ്റ്റർ 8 ആയിട്ട് ഇനി കാണാം. സോ താങ്ക് യു.